ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ വ്യാഴാഴ്ചകളിൽ നമ്മൾ ഹോളിസ്റ്റിക് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് കാണുന്നത്. ഇന്ന് തീർച്ചയായിട്ടും ഹോളിസ്റ്റിക് ഹെൽത്ത് എങ്ങനെയാണ് നമ്മളിലേക്ക് കൂടുതൽ ഒരു നറിഷിംഗ് ടൂളായിട്ട് അറ്റാച്ച് ചെയ്യുന്നതെന്ന് നമ്മോട് സംസാരിക്കുന്ന ഇളങ്കോ സാറാണ്. സർ സൈക്കോളജിസ്റ്റ് ആണ്. അതിനേക്കാൾ ഉപരി മൈൻഡ്ഫുൾനെസ്സിന്റെ പല തരത്തിലുള്ള പ്രായോഗിക പരിജ്ഞാനവും സമൂഹത്തിലേക്ക് കൊടുക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ തീർച്ചയായിട്ടും ഒരു ഹോളിസ്റ്റിക് തലത്തിൽ നമുക്ക് ഇൻഫർമേഷൻ കിട്ടും എന്ന് തന്നെ പ്രത്യാശിക്കാം. സോ നിങ്ങൾ എല്ലാവരും ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം പ്രിയപ്പെട്ട ഇളങ്കോ സാറിനെയും. ഇളങ്കോ സാർ, യു ആർ വെൽക്കം. Thank you, sir. Thanks a lot for giving me a chance to discuss on your platform, sir. സാറ് പോലെ ആൾക്കാർ റിയലി സൊസൈറ്റിക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് ഒരുപാട് സന്തോഷകാര്യമാണ്. ഞാൻ ഈവൻ 1 day or 2 days ഒന്ന് നോക്കാമെന്ന് പറഞ്ഞാൽ പോലും പറ്റില്ലാത്ത ഒരു കാര്യമാണ്. ബൈ വിച്ച് അറ്റ്ലീസ്റ്റ് കുറച്ച് മെമ്പേഴ്സ് ആണെങ്കിലും അവർ ഇതിനകത്ത് അറ്റൻഡ് ചെയ്യുന്ന ഒരു 90% ആൾക്കാരും ഫർദർ ഈ മെസ്സേജ് ഡിസിമിനേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അവർ ഉപയോഗിക്കുന്നു, അവർ ബാക്കിയുള്ള ആൾക്കാർക്കും കൊടുക്കുന്നു. അങ്ങനെയാകുമ്പോൾ ഈവൻ ഇഫ് ഐ ഗീവ് ഫോർ 10 persons, അത് ഒരു 100 പേരോടത്ത് ചെന്ന് എത്തുന്നതായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഇന്നത്തെ ടോപ്പിക് എനിക്ക് തന്നിട്ടുള്ളത് ഹോളിസ്റ്റിക് ഹെൽത്ത്. അപ്പൊ നമ്മൾ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ ഹോളിസ്റ്റിക് ഹെൽത്തിലോട്ട് പോകാം. ആരെങ്കിലും ഒരാൾ എന്നെ സഹായിക്കുക. വാട്ട് ഈസ് ഹെൽത്ത്? സുഖകരമായ ശാരീരിക അവസ്ഥ, ശാരീരികവും മാനസികമായ അവസ്ഥ. സുഖകരമായ ശാരീരികവും മനസ്സും. കറക്റ്റ് സർ, റൈറ്റ്, ഫാന്റാസ്റ്റിക്. അപ്പൊ നമ്മൾ ഈ സുഖകരം എന്ന് പറയുന്നത് എന്താണെന്ന് ഒന്നുകൂടെ ഡിഫൈൻ ചെയ്യണം. ഞാൻ പഠിക്കുന്നത് അങ്ങനെയാണ് സർ. വേറെ ഫർദർ വാട്ട് ഈസ് സുഖകരം? സുഖകരം എന്ന് പറഞ്ഞാൽ എൻ്റെ അക്സെപ്റ്റബിൾ ലെവൽ, നോട്ട് ഓൺലി മൈസെൽഫ് ബട്ട് ഓൾസോ ബൈ ദ സൊസൈറ്റി. അല്ലെങ്കിൽ എൻ്റെ ഫാമിലി അക്സെപ്റ്റ് ചെയ്യണം എന്നെ, അത് കഴിഞ്ഞ് എൻ്റെ സൊസൈറ്റി എന്നെ അക്സെപ്റ്റ് ചെയ്യണം. അപ്പം അവരുടെ അക്സെപ്റ്റബിൾ അല്ലെങ്കിൽ പെർമിസബിൾ ലെവലിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ഹെൽത്തിയാറാണെന്ന് പറയുന്നു. എനിക്ക് ഇന്നലെ ഒരു വാട്സപ്പ് വന്ന്, ആ വാട്സപ്പിൽ പറയുന്ന ഒരു ഡോക്ടറാണ്. ആ ഡോക്ടർ പറയുന്നത് നമ്മൾ ജനങ്ങളെ ഒരുപാട് പറ്റിച്ച് ഷുഗർ ലെവൽ 110 അല്ലെങ്കിൽ 100ഉം 140യുമാണ്. മീൻസ് ഫാസ്റ്റിംഗ് 100 PPB അല്ലെങ്കിൽ റാൻഡം 140 ഇങ്ങനെയാണ് ഇരുന്നത്. പക്ഷെ ഇപ്പോൾ ലാസ്റ്റ് വീക്ക് ഓൺവേഴ്സ് ഇറ്റ് ഈസ് ബീൻ ഡിക്ലെയർഡ് ആർ റെക്ടിഫൈഡ് ആർ റീസെറ്റഡ്. 140 is normal and 180 is PPB is 180 is said to be normal. No more medicine required for a guy who is running with 170 plus. ഇതാണ് കഴിഞ്ഞ. അതേപോലെ BP-യിൽ പണ്ട് 80-110 എന്ന് പറയുന്നത് വേണ്ട. 100 ഡയസ്റ്റോളിക്കും സിസ്റ്റോളിക് 140 പോയാൽ കുഴപ്പമില്ല. 145 മുകളിൽ പോയാൽ മാത്രമേ യു ആർ റിക്വയർഡ് ടു സേ ആസ് ബോർഡർ ലൈൻ. അപ്പോൾ ഇതെല്ലാം ഞാനിത് എന്തിനാ ഇവിടെ കോട്ട് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ, ഈ ഹെൽത്തിന്റെ ഡെഫിനിഷൻ നമ്മളായിട്ട് ഉണ്ടാക്കുകയാണ്. നമ്മൾ 100 ഇരുന്നാലേ ഹീ ഈസ് എ ഹെൽത്തിയർ പേഴ്സൺ. 110 പോയാൽ ഹെൽത്തിയർ അല്ല. പക്ഷെ ഇപ്പോൾ അഗെയിൻ റീഡിഫൈൻ ചെയ്യാണ്, 110 ഉള്ളവൻ ഹെൽത്തിയർ ആണ്. അപ്പൊ ഇന്നലെ വരെ ഞാൻ 105 അൺഹെൽത്തി എന്ന് പറഞ്ഞ സെയിം ഡോക്ടർ ഇന്ന് ഹെൽത്തിയർ എന്ന് പറയുന്നു. വേർ ഈസ് എ മിസ്റ്റേക്ക് ആൻഡ് ഹൂ ഈസ് അറ്റ് ഫാൾട്ട്? ഞാനാണോ അല്ല ഡോക്ടറാണോ? ഇവിടെയാണ് ഈ ഹെൽത്തിന്റെ യഥാർത്ഥ ലെവൽ നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ ഹെൽത്ത് എപ്പോഴും നമ്മൾ, മീൻസ് സാറ് പറഞ്ഞതുപോലെ ഐ പ്രാക്ടീസ് ലിറ്റിൽ ആണ്, ഹയർ സൈഡ് ആണ് മൈൻഡ്ഫുൾനെസ്. മൈൻഡ്ഫുൾനെസ് എന്നെ പഠിപ്പിച്ചു തരുന്നത് 2 കാര്യമേ ഉള്ളൂ. ലോകത്തിൽ നീ ജീവിക്കുമ്പോൾ നിന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നതും നിന്നെ ശല്യപ്പെടുത്തുന്നതും നിന്നെ നന്നാക്കി വളർത്തുന്നതും 2 കാര്യങ്ങളേ ഉള്ളൂ. 1 യുവർ എമോഷൻ, 2 ഈസ് യുവർ തോട്ട്. ഈ സ്റ്റീവ് എന്ന് പറയുന്ന ഒരാള് ഓസ്ട്രേലിയയിലെ ഉള്ള മുതലകളുടെ കൂടെയും പാമ്പിന്റെ കൂടെയൊക്കെ ജീവിച്ച് അയാൾ ആരെ വേണമെങ്കിലും പിടിക്കുമായിരുന്നു. എത്ര വന്യജീവികളുടെയും കൂടെ കിടന്ന് ഉരുളുമായിരുന്നു. ഹി വാസ് സെഡ് ടു ബി ഐ വാസ് വെരി സ്ട്രോങ് ഫുൾ. എന്തുകൊണ്ട്
why he is able to do it എന്ന് പറഞ്ഞാൽ he was setting his mind. ഞാൻ അങ്ങോട്ട് വരെ അത്ര വരെ പോകണ്ടേ. ഐ ആം ഫ്രം ട്രിവാൻഡ്രം. വാവ സുരേഷ് എന്നൊരു വ്യക്തിയുണ്ട്. വാവ സുരേഷ് എത്ര വലിയ കിങ് കോബ്രയാണെങ്കിലും മൂർഖനല്ല. രാജവെമ്പാലയൊക്കെ സിമ്പിളറായിട്ട് കയ്യിലെടുത്ത് ഇത്രയും വലിയ ഇതുള്ള 7 അടി 8 അടിക്ക് ഹൈറ്റിൽ പൊങ്ങി ആടുന്നതൊക്കെ കയ്യിൽ നിന്ന് കാണിച്ചു തരും. ബട്ട് അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ട് ഞാൻ ശിഷ്യത്വം സ്വീകരിക്കാൻ പോയപ്പോൾ എൻ്റെ അളിയൻ എന്നെ തലക്കടിച്ച് വിളിച്ചോണ്ട് വന്നു. ഓക്കെ, സോ ഫസ്റ്റ് ലെവൽ മീൻസ് ഞാൻ ഒരു 4 to 5 hours അങ്ങേറെ തിയറി ക്ലാസ് എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഫോർമൽ തിയറി ക്ലാസ് അല്ല, ഇൻഫോർമൽ ആണ്. അദ്ദേഹം എന്നെ പറഞ്ഞു തന്നത്, whenever I get a call, എവിടെങ്കിലും സർപ്പമോ പാമ്പോ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇളങ്കോ എൻ്റെ കൂടെ നീ വരണം. വണ്ടി എടുത്തുണ്ടോ വണ്ടി എടുക്കാതോ അത് യുവർ ചോയ്സ്. ബട്ട് ഞാൻ പറയും ഞാൻ ഇങ്ങോട്ട് പോവാന്ന്, എൻ്റെ കൂടെ വരണം. ചിലപ്പോൾ നമ്മൾ അരമണിക്കൂർ ഓടണം, 1 മണിക്കൂർ ഓടണം, 1.5 മണിക്കൂർ ഓടണം. ഓടി അവിടെ ചെന്ന് അതിഥിയെ കണ്ട് നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുവന്ന് വേറൊരു കാട്ടിൽ വിട്ടിട്ട് തിരിച്ചു വരും. ഇതിനിടയ്ക്ക് നിനക്ക് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് തരുമെന്ന്. എന്ന് പറഞ്ഞാൽ പണ്ട് ഈ ലോറി ഓട്ടിക്കാൻ കിളിയായിട്ട് കയറി വർഷങ്ങളായിട്ട് അവൻ ഡ്രൈവറായിട്ട് പോയി, പിന്നെയാണ് ഡ്രൈവറാണ്. അതേപോലെയാണ് ഈ പാമ്പ് പിടുത്തത്തിന് പുള്ളിക്കാരൻ പറഞ്ഞു തന്നത്. ഐ ഹാഡ് 1 സെഷൻ വിത്ത് ഹിം, ബട്ട് ഫർദർ എന്നെ വീട്ടുകാരെ സമ്മതിച്ചില്ല. എപ്പോഴാണെങ്കിലും പാമ്പ് ചീണ്ടിയാൽ ഞാൻ അവർക്ക് ഒരു റിലേറ്റീവ് ഇല്ലാതെ, ഭാര്യയ്ക്ക് ഭർത്താവും അളിയന് സഹോദരിയുടെ അനിയനില്ലാതും ഇങ്ങനൊക്കെ ആകുമെന്ന് അവരെല്ലാം പേടിച്ചുകൊണ്ട് ഞാൻ വിട്ടുപോയി. വാട്ട് ഡു ഐ സേ ഈസ് ഹെൽത്ത്. അപ്പൊ പുള്ളിക്കാരന്റെ ഹെൽത്തിന് ഒന്നും സംഭവിക്കില്ല എന്ന് അറിയാൽ. അയാൾ ആൽമോസ്റ്റ് എനിക്കൊന്ന് 2 or 3 ജീവിതത്തിൽ പോയി സ്വർഗത്തെ കണ്ടിട്ട് വന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ തിരിച്ചു വന്നപ്പോഴും അദ്ദേഹത്തിനടുത്ത് പോയി നീ സ്വർഗം കണ്ടോ? ഓ എല്ലാം കണ്ടു. എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്കറിയാം ഞാൻ തിരിച്ചു വരും അടുത്ത ആഴ്ച പിന്നെ ഞാൻ സർപ്പത്തിനെ പിടിക്കാൻ പോകണ്ടേന്ന്. ഇതാണ് ഹിസ് മെന്റൽ സ്റ്റേറ്റ്. ബിക്കോസ് ഓഫ് ദാറ്റ് ഹി സ്റ്റിൽ ഹെൽത്തിയർ. അപ്പൊ നമ്മൾ ഹെൽത്തിയർ ആയിരിക്കണമെങ്കിൽ നമ്മുടെ എമോഷനും നമ്മുടെ തോട്ട് പ്രോസസ്സും നമുക്ക് പ്ലസ് ആയിട്ട് നമ്മുടെ സപ്പോർട്ടീവായിട്ട് കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ യു വിൽ ലീവ് ഇൻ എ ഹാപ്പിയർ സ്റ്റേറ്റ്. ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ്, ഒരാള് നമ്മളെ ചീത്ത വിളിക്കുവാണെങ്കിൽ വി ഓൾവേസ് റെസ്പോണ്ട് ബാക്ക്. അവൻ എടാ ഡാഷ് ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്തരടാ ഡാഷ് ഡാഷ് എന്ന് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്. വൈ? അവൻ പ്രശ്നക്കാരനാണ്, അവൻക്ക് ഒന്നും പറ്റില്ല, അല്ലെങ്കിൽ ഹീസ് മെന്റലി ഡീവിയേറ്റഡ് ഗൈ. അവന്റെ വാക്കുകൾ ഇങ്ങനെയേ വരത്തുള്ളൂ. വൈറ്റൽ ഐ ഷുഡ് ബോദർ ഫോർ ഹിം, വൈറ്റൽ ഐ ഷുഡ് റെസ്പോണ്ട്. വിചാരിച്ചു കഴിഞ്ഞാൽ മൈ മെന്റൽ സ്റ്റേറ്റ്, മൈ ഹെൽത്ത് കണ്ടീഷൻ വിൽ ബി നോർമൽ. അല്ലെങ്കിൽ അവനെ റെസ്പോണ്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ എൻ്റെ അഡ്രിനലോ എൻ്റെ കോർട്ടിസാലും കൂടി, എനിക്ക് BP കൂടി, എനിക്ക് ആ സമയത്ത് എക്സ്ട്രോർഡിനറി ഷുഗർ കൂട്ടി എൻ്റെ ബോഡിയിൽ കുറച്ച് ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഞാൻ ഒരു 8 അടി മതിൽ വേണമെങ്കിലും ചാടാൻ പറ്റുന്ന ഒരുത്തനായിട്ട് മാറ്റുന്ന ഈ എൻസൈംസിനെ പീരിയോഡിക്കലി അല്ലെങ്കിൽ വെരി ഫ്രീക്വൻ്റ്ലി നമ്മുടെ ദേഹത്ത് കയറ്റുമ്പോൾ ആഫ്റ്റർ സം ടൈം വി ബിക്കം അഡിക്റ്റ് ഓഫ് സംതിങ്. അപ്പോൾ നമ്മൾ ആ ലെവലിലോട്ട് നമ്മുടെ ഹെൽത്ത് കണ്ടീഷനോട്ട് മാറ്റിപ്പോകും. അപ്പോൾ ഈ ഹെൽത്തി സ്റ്റേറ്റിൽ ഇരിക്കാൻ നമ്മളെല്ലാവരും പഠിച്ചു കാണും. അല്ല പലർക്കും ഇതിനകത്ത് ആരെങ്കിലും അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചോദിക്കുക. അമിഗ്ഡല ഹൈജാക്ക് എന്ന ഒരു ടോപ്പിക് എല്ലാവരും പഠിച്ചു കാണും. ഞാൻ ഒരു 4 to 5 times എങ്കിലും ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. അമിഗ്ഡല എന്ന് പറയുന്നത് അമിഗ്ഡല ഹൈജാക്ക് ചെയ്യുന്ന ഒരു കാര്യം. ഹൈജാക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ അത് ബ്രെയിനിലെ പ്രീഫ്രണ്ടൽ കോർട്ടക്സിനും ഹിപ്പോകാമ്പസും പ്രീഫ്രണ്ടൽ കോർട്ടക്സും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിനിടയ്ക്ക് അമിഗ്ഡല പറയും, അയ്യോ സമയമില്ല, കേട്ടോ അത് അല്പമാണ്, ഒരു കയറ് കിടക്കുന്നതെന്ന് നോക്കിയിട്ട് ഇങ്ങനൊക്കെ പറഞ്ഞ് നമ്മളെ പ്രശ്നക്കാരനായിട്ട് അല്ലെങ്കിൽ വേണ്ടാത്ത ഒരു പ്രശ്നത്തിന് നമ്മൾ ഫാസ്റ്ററായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്നത് ഈ അമിഗ്ഡലയാണ്. ഈ അമിഗ്ഡല നമ്മളെ പ്രീഫ്രണ്ടൽ കോർട്ടക്സ് ഡിസിഷൻ എടുത്ത് ചെയ്യുന്നതിന് മുമ്പ്, അതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മളെ ചാടിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഹൈജാക്കിംഗ് ബൈ അമിഗ്ഡല എന്ന് പറയുന്നത്. ഈ അമിഗ്ഡല ഒരു വല്ലാത്ത സാധനമാണ്. ദാറ്റ് വി എവറി സൈക്കോളജിസ്റ്റ് ആർ എ പേഴ്സൺ ഹൂ ഈസ് മോർ ഇൻട്രസ്റ്റഡ് ഓൺ ഫിസിയോളജി ആൻഡ് സൈക്കോളജി ഷുഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് അമിഗ്ഡല, വാട്ട് ഈസ് ഇറ്റ്സ് ഫങ്ഷൻസ്. അത് മനസ്സിലായിരുന്നാൽ വളരെ നല്ലതാണ്.
ഓക്കെ. അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് ഒരു ഏരിയ ഇവിടെ പഠിപ്പിച്ചിരുന്നു, ഇൻസുല എന്ത് ചെയ്യുന്നെന്ന്. അതിലോട്ടൊക്കെ കൂടുതൽ ഇന്ന് പോകുന്നില്ല എല്ലാ ഏരിയയിലും. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ഒരു മനുഷ്യൻ ഹെൽത്തിയർ ആയിരിക്കണമെങ്കിൽ നമ്മുടെ അകത്ത് ഒരു തെർമോസ്റ്റാറ്റ് ഉണ്ട്. ആ തെർമോസ്റ്റാറ്റിന്റെ പേര് ആരെങ്കിലും പറയാമോ? ഹ്യൂമൻ ബോഡിയിൽ ഒരു തെർമോസ്റ്റാറ്റ് ഉണ്ട്. That thermostat plays a vital role in our health. പീനൽ ആണോ സാർ? പീനൽ? ഇല്ല സർ, ദാറ്റ് ഈസ് സോ കാൾഡ് ഹൈപ്പോതലാമസ്. ഞാൻ സാർ പെർമിഷൻ തന്നാൽ ഞാൻ ഒരു പിക്ചർ വേണമെങ്കിൽ കാണിച്ചു തരാം. യാ, ഷെയറിങ്ങിന് കാണാൻ പറ്റുന്നുണ്ടോ? വരുന്നേ ഉള്ളൂ. ഓക്കെ. ഇപ്പൊ കാണാമോ സർ? യെസ് കാണാം. ഓക്കെ. ഇതിനകത്ത് മുകളിൽ സെറിബ്രൽ കോർട്ടക്സ്, അതിന്റെ താഴെ സ്റ്റെം ആണ് ഇരിക്കുന്നത്. സ്റ്റെമ്മിന്റെ സൈഡിൽ മെഡുല്ല അല്ല റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം ആണ് ആ ടോട്ടൽ ബ്രെയിൻ സ്റ്റെം. അതിന്റെ മുകളിൽ പോൺസിന്റെ മുകളിൽ ഉള്ള ആ ന്യൂക്ലിയസ് കാണുന്ന ഒരു ഏരിയ ആണ് തലാമസ്. തലാമസിന് താഴെ ഉള്ള ഒരു ചെറിയ ബീൻ പോലത്തെ ഒരു ഏരിയ ആണ് ഹൈപ്പോതലാമസ്. ഇത് വലിയതായിട്ട് എക്സ്പാൻഡ് കാണിച്ചിരിക്കുകയാണ്. ദാറ്റ് വിൽ ബി ലുക്കിംഗ് ലൈക്ക് ഓൺലി ബീൻ. ഈ ഹൈപ്പോതലാമസിന്റെ ജസ്റ്റ് താഴെയാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉള്ളത്. അപ്പോൾ ഈ ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറി ഗ്ലാൻഡും ഒരു വല്ലാത്ത കളി കളിക്കുകയാണ് നമ്മുടെ ദേഹത്തിന്. ഓക്കെ. ഈ ഹൈപ്പോതലാമസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഒരു ബ്രെയിനിലുള്ള ഒരു സ്ട്രക്ചറാണ്, ഒരു സ്മാർട്ട് കൺട്രോളിംഗ് സെന്റർ ആണ്. അപ്പോൾ പണ്ട് ഈ റെയിൽവേയിലൊക്കെ ഇലക്ട്രിക് ത്രൂ അല്ലെങ്കിൽ മെക്കാനിക്കൽ സിസ്റ്റത്തിൽ കൂടെ കൺട്രോൾ ചെയ്തപ്പോൾ പിന്നെ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു പുതിയ ഒരു സിസ്റ്റം വന്നിട്ടുണ്ട്, സ്മാർട്ട് സിസ്റ്റം. ആ സ്മാർട്ട് സിസ്റ്റത്തിന്റെ വേർഡാണ് ഫ്ലൈ ബൈ വയർ സിസ്റ്റം. ഫ്ലൈ ബൈ വയർ ഒരു ആൽമോസ്റ്റ് ഇത് ഫീൽഡിൽ വന്നിട്ട് ഒരു 20-25 വർഷങ്ങളായി എന്ന് തോന്നുന്നു. ഫ്ലൈ ബൈ വയർ എന്ന് പറയുന്ന വാക്ക്. ഫ്ലൈ ബൈ വയർ എന്ന് പറഞ്ഞാൽ ദെയർ വിൽ നോട്ട് ബി എനി വയർ അറ്റ് ഓൾ. ഇപ്പോൾ നമ്മുടെ കയ്യിൽ പണ്ട് ഒരു 20 years ബാക്ക് ഒരാൾ സെൽഫോണിൽ അല്ല വീട്ടിലിരുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങേര് ട്രെയിനിൽ പോയി അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി അയാൾ മറ്റു ഓഫീസിലോ വീട്ടിലോ എത്തിയാൽ മാത്രമേ നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ എങ്ങനെയെന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ ഓട്ടോയിൽ സഞ്ചരിക്കട്ടെ, ആ മനുഷ്യൻ ബസ്സിൽ സഞ്ചരിക്കട്ടെ, അയാൾ ട്രെയിനിൽ സഞ്ചരിക്കട്ടെ, അല്ല എവിടെയെങ്കിലും നിൽക്കട്ടെ, പ്ലാറ്റ്ഫോമിൽ നിൽക്കട്ടെ, വി ആർ ഏബിൾ ടു കണക്ട് ഹിം ബിക്കോസ് ഓഫ് ഫ്ലൈ ബൈ വയർ സിസ്റ്റം. ഈ മെസ്സേജസ് ഫ്ലൈ ബൈ ജസ്റ്റ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. അതാണ് ഫ്ലൈ ബൈ വയർ എന്ന് പറയുന്നത്. വയർ പറക്കുന്നതായിട്ടാണ് പണ്ട് ഈ വാക്ക് വന്നത്. ഇറ്റ് വാസ് എ വെരി ഓൾഡ് ടേം, ഫ്ലൈ ബൈ വയർ. അപ്പം ഫ്ലൈ ബൈ വയറിൽ കൂടെ ഒരു സിസ്റ്റത്തിൽ കൂടെ പോകുന്നതായിട്ടാണ് ഈ സ്മാർട്ട് കൺട്രോൾസ് എന്ന് പറയുന്നത്. അതേ ഈക്വലന്റ് സ്മാർട്ട് കൺട്രോൾ ആണ് നമ്മുടെ ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത്. ഹൈപ്പോതലാമസ് മനുഷ്യന്റെ ദേഹം ഫുള്ളും ഹെൽത്തിയർ ആയിരിക്കാൻ വേണ്ടി ഒരു കൺട്രോൾ ചെയ്യുന്ന ഒരു മെയിൻ കൺട്രോളറാണ്. എന്താണ് കൺട്രോളർ? ഹൈപ്പോതലാമസിന് പല ഇൻപുട്സ് ബ്രെയിനിലിരുന്ന് പല ഭാഗങ്ങളിലിരുന്ന്, വെദർ വോൾഫാക്ടറി, വെദർ ഓഡിറ്ററി, വെദർ ടേസ്റ്റ്, വാട്ട് എവർ യു കോൾ ഇറ്റ്, എല്ലാ സ്ഥലത്തിരുന്ന്, അതല്ല നിങ്ങളുടെ സൈക്കോമോട്ടർ ആക്ടിവിറ്റീസ്, ഇവിടെ എല്ലാം ഇരുന്ന് ഇൻസെക്ഷൻ ഹൈപ്പോതലാമസിൽ വരുമ്പോൾ ഹൈപ്പോതലാമസിന്റെ ഡ്യൂട്ടി എന്താന്ന് പറഞ്ഞാൽ അങ്ങേരെ അല്ലെങ്കിൽ ഒരു മ്യൂസിക് പ്ലേബാക്ക് സിംഗറിന്റെ മുമ്പിൽ ഒരു വലിയ കൺട്രോളുമായിട്ട് ഒരു കൺസോൾ എന്ന് നമ്മൾ പറയും. ഒരാൾ ഇരുന്നുകൊണ്ട് കുറച്ച് കൂട്ടവും കുറയ്ക്കുകയും ചെയ്യുന്നത് പോലെ ഹൈപ്പോതലാമസ് ചെയ്യുന്നതായിട്ടാണ് ഞാൻ എൻ്റെ കൽപ്പനാശക്തിയിൽ കണ്ടെത്തി. അത് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഡിഫറെന്റ് ഹോർമോൺസ്, നമ്മുടെ ദേഹത്തുള്ള എല്ലാ ഹാർമോൺസിന്റെയും കൺട്രോളർ ഹൈപ്പോതലാമസ് എന്നാണ് പറയുന്നത്. ആ ഹാർമോൺസ് എന്ന് പറഞ്ഞാൽ 1-2 അല്ല, ഒരു 10-15 എണ്ണം ഉണ്ട്. 10-15 എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഞാൻ വായിച്ചു നോക്കുമ്പോൾ അന്തം വിട്ടുപോയി. ഗ്രോത്ത് ഹോർമോൺ റിലീസിംഗ് ഹോർമോൺ GHRH, ഗ്രോത്ത് ഹോർമോൺ GH, ഗോണഡ്രോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ GnRH, ഫോസിലെ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ FSH, ലുട്ടിനൈസിംഗ് ഹോർമോൺ LH, FSH മുകളിൽ പറഞ്ഞ്. അത് കഴിഞ്ഞ് തൈറോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ TRH, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ TSH, തൈറോക്സിൻ T4, ട്രയോഡോത്രൈൻ തൈറോയിൻ
T3 നമ്മൾ എപ്പോഴും ഈ T3 T4 TSH എന്നും തൈറോയിഡ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ തൈറോയിഡിന്റെയും ഏത് ഭാഗം എടുത്താലും അത് സിമ്പിളറായിട്ട് പറഞ്ഞാൽ ഇവൻ എന്താണ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ വർക്കാണ്. ഹൈപ്പോതലാമസ് വർക്ക് ചെയ്യുന്നത് ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റനിങ് ആണ്. ബോഡി ടെമ്പറേച്ചർ ഞാൻ ലാസ്റ്റിൽ പറയാം. ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നു, വെയിറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു, വാട്ടർ ബാലൻസ് ചെയ്യാൻ, ദേഹത്തുള്ള വാട്ടർ ബാലൻസിനെ കൺട്രോൾ ചെയ്യുന്നത് ഹൈപ്പോതലാമസ് ആണ്. സ്ത്രീകൾക്ക് പ്രസവമായാൽ മിൽക്ക് പ്രൊഡക്ഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഹെൽപ്പ് ചെയ്യുന്നതും ഹൈപ്പോതലാമസ് ആണ്. മനുഷ്യന് എല്ലാവർക്കും എമോഷണൽ കൺട്രോൾ ഉണ്ടാക്കുന്നത് ഹൈപ്പോതലാമസ് ആണ്. സോ ഞാൻ എന്ത് പറഞ്ഞു, മൈൻഡ്ഫുൾനെസ് ടീച്ചേഴ്സ് ഓൾവേസ് കൺട്രോൾ യുവർ എമോഷൻസ് ആൻഡ് തോട്ട്സ്. തോട്ട്സും എമോഷനെയും നേരെ കൺട്രോൾ ചെയ്യണമെങ്കിൽ അപ്പൊ എമോഷന്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത് ഹൈപ്പോതലാമസ് ആണ്. ഇഫ് യുവർ ഹൈപ്പോതലാമസ് ഇസ് ഹെൽത്തിയർ, യു ആർ ഓൺ ദ ഹോൾ ഗോയിങ് ടു ബി ഹെൽത്തിയർ എന്നാണ് ഈ ഡെഫിനിഷൻ പറഞ്ഞു വരുന്നത്. പിന്നെ ഇതിനെല്ലാം അടുത്ത ഒരു കാര്യം, സ്ലീപ്പ് സൈക്കിൾ ആൻഡ് സ്ലീപ്പ് ഇന്റർവെൽസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് പോലും ഹൈപ്പോതലാമസ് ആണ്. ഹൈപ്പോതലാമസ് അല്ലാതെ എന്ത് ചെയ്യുന്ന BP മെയിൻറ്റെയിൻ ചെയ്യും. ഹൈ ബ്ലഡ് പ്രഷർ ആർ ലോ ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞു തരും. വാട്ടർ റിട്ടൻഷൻ ആർ ഡീഹൈഡ്രേഷൻ ആണ്. വെയിറ്റ് ലോസ് ആർ വെയിറ്റ് ഗെയിൻ ആർ വിത്തൗട്ട് ചേഞ്ചസ് ഇൻ അപ്പറ്റൈറ്റിന്, അപ്പറ്റൈറ്റ് കൺട്രോൾ ഇതിന് കൊണ്ടുവരും. ഇൻഫെർട്ടിലിറ്റി ഹൈപ്പോതലാമസ് കൊണ്ടാണ്. പൂവർ ബോൺ ഹെൽത്ത് ഹൈപ്പോതലാമസ് കൊണ്ടാണ്. മസിൽ ലോസ് ആർ വീക്ക്നെസ് വരുന്നത് ഹൈപ്പോതലാമസ് കൊണ്ടാണ്. ബോഡി ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻസ് വരുന്നത് കൊണ്ടാണ്. ട്രബിൾ ഇൻ സ്ലീപ്പിംഗ് ആർ ഇൻസോമിനിയ എന്ന് പറയുന്നത് ഹൈപ്പോതലാമസ് ആണ് റീസൺ എന്ന് പറയുന്നത്. ഫ്രീക്വന്റ് നീഡ് ടു പീ, ബാത്റൂം ഇടയ്ക്കിടയ്ക്ക് പോകണമെന്ന് തോന്നുവാണെങ്കിലും അത് ഹൈപ്പോതലാമസിന്റെ ചെറിയ പ്രശ്നങ്ങളാണ്. ഇത്രയും കാര്യങ്ങൾ ഒരു ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന ഒരു സാധനം ചെയ്യുവാണെങ്കിൽ, പക്ഷേ ഒരു ഡോക്ടറും ഒരു സയന്റിസ്റ്റും ഒരു സൂവോളജിസ്റ്റും നമുക്ക് ഇന്ന് വരെ ഹൈപ്പോതലാമസിന്റെ ഇമ്പോർട്ടൻസ് ആരെങ്കിലും അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റ് ആരെങ്കിലും ക്ലാസ് എടുത്തോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആരെങ്കിലും ചെയ്ത് കാണുമോ? സാർ ഒരു 4-5 years ആയിട്ട് ചെയ്യുന്നു. ഏതെങ്കിലും ഒരു സൈക്കോളജിസ്റ്റ് ഹൈപ്പോതലാമസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമെന്ന് പറയുന്നുണ്ടോ? വളരെ കുറവാണ് സാർ. അതെ, ജീവശാസ്ത്രപരമായിട്ടുള്ള അതെ, ഈ ഹൈപ്പോതലാമസ് ആണ് ഞാൻ നോക്കിയിട്ട് എന്റെ എമോഷനും തോട്ടിനും മുകളിൽ കൂടെ കയറി വന്ന് നിൽക്കുന്നവൻ. അവനെ ഞാൻ പിടിച്ചു കെട്ടുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്റെ എമോഷൻ എനിക്ക് സ്മൂത്ത് ആയിരിക്കുമെന്നാണ് ഞാൻ കണ്ടത്. ഇത് എനിക്ക് പഠിപ്പിച്ചു തന്ന സാർ എന്നെ പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ എന്റെ സാർ ഒരു കാര്യം ചെയ്ത്, ഇളങ്കോ, as long as you are mindfulness person, you have to be ever thorough on ബ്രെയിനിലുള്ള ഓരോരോ ഭാഗങ്ങളുടെയും ആക്ടിവിറ്റീസ്. അപ്പം ഓരോരോ മാസം ഒരു ടോപ്പിക്കിന് ഒരു പർട്ടിക്കുലർ ഹൈപ്പോതലാമസ് ഒരു മാസം, ഇൻസുലിയ ഒരു മാസം, അമിഗ്ഡല ഒരു മാസം, പോസ്റ്റീരിയർ ഇതിന് ഒരു മാസം, പിന്നെ പ്രീഫ്രണ്ടൽ കോർട്ടക്സിന് ഒരു മാസം, അതിന് പ്രീഫ്രണ്ടലും പോസ്റ്റീരിയറും കൂടെ വരും. ഇങ്ങനെയൊക്കെ അതിച്ച് ഇങ്ങനെ ഡിബേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ ഐഡിയ വരുന്നത്. നമുക്ക് ഹൈപ്പോതലാമസ് അമിഗ്ഡലയെക്കാളും കൂടുതൽ പാർഷ്യലായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഹൈപ്പോതലാമസ്. അതെ സർ, വെരി ട്രൂ, വെരി ട്രൂ. നമുക്ക് ഈ അമിഗ്ഡലയും ഹൈപ്പോതലാമസിനുള്ള വ്യത്യാസം, അമിഗ്ഡല പല സമയങ്ങളിൽ നമ്മളെ ഒരു സ്ഥലത്ത് പെട്ടെന്ന് ചടിക്കോ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഓട്ടിക്കുന്ന ഒരു സാധനമാണ്. ഇപ്പൊ ബസ് വരുന്ന ബസ് ഒരു പ്രോബബിളി ഒരു 150 meters എവേ ആണ്. അതിന്റെ സ്പീഡ് നോക്കുമ്പോൾ സാറിന് ഇടിക്കുമെന്ന് സാറായിട്ട് ചിന്തിച്ചിട്ട്, ഈവൻ ദോ പല സമയങ്ങളിൽ ഈ ഫാസ്റ്ററായിട്ട് പോകുന്ന, അതാണ് ഈ എന്ത് കിണർ എന്ന് പറയും, സർക്കസിൽ എന്തോ ഒരു കിണർ എന്ന് പറഞ്ഞിട്ട് കറങ്ങുമല്ലോ സാർ, 2 ബൈക്ക് ടുഗദർ, മരണക്കിണറിൽ കറങ്ങുമ്പോൾ അവർ 2 പേർക്കും അറിയാം ഒരുത്തൻ ഇടിക്കില്ല എന്ന്. പക്ഷെ നമ്മൾ എന്ത് വിചാരിക്കും, അവൻ ഇടിക്കുമെന്ന്. ഈ ഇടിപ്പിക്കാൻ അല്ലെ ഇടിക്കുമെന്ന് പറഞ്ഞു തരുന്ന ആരാന്ന് പറഞ്ഞാൽ അമിഗ്ഡലയാണ്. അപ്പൊ അമിഗ്ഡലയെ കൂളാക്കിയിട്ടാണ് അവർ ഓടുന്നത്. അപ്പൊ ഞാൻ ഇടിച്ചു കഴിഞ്ഞാൽ എന്നെ ആശുപത്രിയിൽ എത്രയും പെട്ടെന്ന് കൊണ്ടുപോകണം കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് ഓടി കയറുന്നത്. അപ്പം അവന് അമിഗ്ഡല ഹൈജാക്ക് ചെയ്യത്തില്ല. നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ വി ആർ ഓൾവേസ് ആണ് നോർമൽ വിത്തൗട്ട് തിങ്കിങ് ഓൺ സംതിങ്
എക്സ്പെക്ടിങ് ദ വസ്റ്റ് നമ്മുടെ കയ്യിൽ ഇല്ല. നമ്മൾ എപ്പോഴും വി ആർ ലിവിങ് ആണ് ഫ്ലാറ്റ് ബേസ് ലീവ്. നമ്മൾ താഴോട്ട് പോകാൻ റെഡിയല്ല, മുകളിലോട്ട് പോകാൻ റെഡിയല്ല. നമ്മൾ ഒരു ബാൻഡ് വിത്തിനകത്താണ് ജീവിക്കുന്നത്. ആ ബാൻഡ് വിത്താണ് നമ്മുടെ എക്സ്പെക്റ്റഡ് ആൻഡ് ലിവിങ് ലെവൽ. അതിന് മുകളിൽ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ, അത് ഏതോ ഒരു സിനിമയിൽ എനിക്ക് തോന്നുന്നു, ഏതോ ഒരു സിനിമയിൽ പറയും, നിനക്ക് 10 കോടി രൂപ തരും, ഒരാഴ്ചക്കകത്ത് ചെലവ് ചെയ്ത് കാണിക്കണം, പക്ഷെ നീ എവിടെ ഇൻവെസ്റ്റ് ചെയ്യരുതെന്ന്. ഇറ്റ്സ് ഇമ്പോസിബിൾ എന്നാണ് അതിനകത്ത് ആ സിനിമയിൽ കാണിക്കുന്നത്. നമുക്ക് കൂടുതൽ വെൽത്ത് അല്ലെങ്കിൽ ഹെൽത്ത് കിട്ടുവാണെങ്കിൽ നമുക്ക് പാടാണ്, വെൽത്ത് ഇല്ലെങ്കിലും പാടാണ് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ ആ സിറ്റുവേഷൻ തരണം ചെയ്യാനുള്ള മറ്റാൾക്കാരാണ് പ്രൊമോട്ടായി പോകുന്നത്. ദേ ഓൾവേസ് ഫീൽ ദാറ്റ് ദേ ആർ ഹെൽത്തിയർ ഇൻ എനി ഡിഫൈൻഡ് കണ്ടീഷൻ. നമുക്ക് പ്രീസെറ്റ് കണ്ടീഷനിൽ മാത്രമാണ് നമ്മൾ ഹെൽത്തിയർ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ആ തീരുമാനിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ, നമ്മളെ എല്ലാ സമയങ്ങളിലും നമ്മുടെ സൈഡിലുള്ള ആൾക്കാർ, എയ്തർ മോഡേൺ മെഡിസിൻ ഡോക്ടർ ആർ സം അഡ്വൈസർ ആർ സം ഹെൽത്ത് വാട്ട് എവർ യു കോൾ ഇറ്റ്, അവരെ എന്ത് പേര് വേണമെങ്കിലും വെച്ച് വിളിക്കാം, അവർ പറയുന്നതാണ് നമ്മൾ കൂടുതലും കേട്ട് അതനുസരിച്ച് പോവാണ്. അതാണ് നമ്മുടെ ഹിപ്പോ ക്യാമ്പസ് ചെയ്യുന്നത്. ഹിപ്പോ ക്യാമ്പസ് ഇസ് എ ലൈബ്രറി. നമ്മൾ പല ആൾക്കാരും പേപ്പറിൽ വായിക്കുന്നതും അല്ലെങ്കിൽ പറയുന്നതും കേട്ട് 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 അത് നമ്മുടെ അകത്ത് ലോഡ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് നമ്മൾ ഈ കൊച്ചു 2 വയസ്സിന് താഴെയുള്ള കൊച്ചിന്റെ മുമ്പിൽ സർപ്പത്തിനിട്ട് അതൊക്കെ സർപ്പത്തിനെ പോയി പിടിക്കാൻ വേണ്ടി അത് ഓടും. ബിക്കോസ് അതിനകത്ത് ഹിപ്പോ ക്യാമ്പസിനകത്ത് ലോഡഡ് അല്ല, ലൈബ്രറിയിൽ സാധനങ്ങൾ കുറവാണ്. അപ്പൊ പാമ്പിനെ അല്ലെങ്കിൽ സർപ്പത്തിനെ പിടിച്ചാൽ കടിച്ചാൽ നീ ആശുപത്രി പോകുന്നു, അതിനകത്ത് ഡെഫിനിഷൻ ഇല്ല. പക്ഷേ ഒരു കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മേക്കൗട്ട് ചെയ്യാൻ കണ്ടീഷനിലാകുമ്പോൾ നമ്മുടെ പേരൻസ് അല്ലെങ്കിൽ എൽഡർലി പേഴ്സൺസ് അല്ലെങ്കിൽ സൈഡിലുള്ള ആൾക്കാർ നമുക്ക് പറഞ്ഞുതരും, സർപ്പം കടിച്ചാൽ അവൻ ആശുപത്രിയിലാവും അല്ലെങ്കിൽ മരണപ്പെട്ടു പോകും, അതുകൊണ്ട് നീ സർപ്പത്തിന് അടുത്ത് പോകരുത്, നീ പിടിക്കരുതെന്ന് പറഞ്ഞ് നമുക്കൊരു ഡെഫിനിഷൻ തന്നിട്ട് കാണും. പക്ഷെ വാവ സുരേഷ് അയാളുടെ ഹിപ്പോ ക്യാമ്പസിൽ ആ ഡെഫിനിഷൻ മാറ്റി എഴുതി. അതുകൊണ്ട് അങ്ങനെ എപ്പോഴും ആണെങ്കിലും ഏത് പാമ്പിനെയും പോയി പിടിക്കും. സോ ഈ ഹിപ്പോ ക്യാമ്പസിന്റെ പ്രോബ്ലം ഇതാണ്. ഹൈപ്പോതലാമസ്, സാർ അമിഗ്ഡലയിലോട്ട് പോയതുകൊണ്ട് തിരിച്ചു വന്നു. ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത് ഒരു സ്മാർട്ട് കൺട്രോളറാണ്, മറ്റാള് ഒരു സെൻസറാണ്. എന്ത് സെൻസ് ചെയ്യുന്നത്? നീ കുഴിയിൽ ചെന്ന് ചാടാൻ പോകുന്നു, ചാടരുത് അവിടെ നിൽക്കുന്നു പറയുന്നതോ, അല്ലെങ്കിൽ ഇവിടെ ഈ പ്രശ്നം പെട്ടെന്ന് ഈ പ്ലേസിൽ നിന്ന് മാറിക്കോ, അത് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിറ്റുവേഷൻ കൊണ്ടുവരുന്നതാണ് നമ്മുടെ അമിഗ്ഡല. ഇവൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഹീസ് എ സ്മാർട്ട് കൺട്രോളർ. പുള്ളിയുടെ മുമ്പിൽ കൺട്രോളിങ് കൺസോൾ വിത്ത് ഫുൾ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇരിക്കുകയാണ്. പലരും പറയുമ്പോൾ ഓരോരോ ഹോർമോണ് പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കും. പിന്നെ ഇങ്ങനെ അടുത്ത് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ, ഈ ഹൈപ്പോ തലാമസ് എന്ന് പറയുന്ന ഒരു സാധനം കൂടുതലും പിറ്റ്യൂട്ടറിക്ക് ഇൻപുട്ട് കൊടുക്കുന്ന ഒരാളാണ്. അതാണ് ഹൈപ്പോ തലാമസിന് ജസ്റ്റ് താഴെയാണ് പിറ്റ്യൂട്ടറി ഇരിക്കുന്നത്. പിറ്റ്യൂട്ടറിയിലെ ആന്റീരിയർ പോസ്റ്റീരിയർ, ഞാൻ സയൻസിലൊക്കെ കൂടുതൽ പോകുന്നില്ല, ഞാൻ ജസ്റ്റ് ഐ വാണ്ടഡ് ടു ടെൽ അബൌട്ട് ഹെൽത്ത് ആൻഡ് എനി പേഴ്സൺ ഹൂ തിങ്സ് ദാറ്റ് എ പേഴ്സൺ നമ്മളുടെ ഓപ്പോസിറ്റിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന ആള് ഹെൽത്തിയർ ആയിരിക്കണം എന്ന് തോന്നുവാണെങ്കിൽ ഇങ്ങനത്തെ 1-2 ഏരിയ അനലൈസ് ചെയ്യുക. ഈസ് ഹി നോർമൽ? ഈസ് ഹിസ് എമോഷൻ ഗെറ്റിംഗ് ഡിസ്റ്റർബ്ഡ്? ആ എമോഷന് തരാണെങ്കിൽ ചെറിയതായിട്ട് ഹൈപ്പോ തലാമസിൽ ചെറിയ പ്രോബ്ലം ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഹൈപ്പോ തലാമസിനെ കാമാക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ശരിയാക്കാൻ പറ്റും. ഹൈപ്പോ തലാമസ് ഡിസ്റ്റർബ് ആവുകയാണെങ്കിൽ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ, ഇഫ് ഹൈപ്പോ തലാമസ് ഈസ് ഡാമേജ്ഡ് ആർ ഡിസ്റ്റർബ്ഡ്, നമ്മുടെ ഒരു 4-5 പോയിന്റാണ് പറയുന്നത്. നമ്മുടെ ഗ്രോത്ത് ഡിസ്റ്റർബ് ആകും, നമ്മുടെ വെയിറ്റ് ഡിസ്റ്റർബ് ആകും, നമ്മുടെ വാട്ടർ ബാലൻസ് ഡിസ്റ്റർബ് ആകും, ലേഡീസിന് മിൽക്ക് പ്രൊഡക്ഷൻ ഡിസ്റ്റർബ് ആകും, സ്ലീപ്പ് സൈക്കിൾ ഫോർ എനി പേഴ്സൺ ഡിസ്റ്റർബ് ആകും. ഇതിനെല്ലാം ഉപരി ദ മേജർ പ്രോബ്ലം ഈസ് എമോഷണൽ ഡിസ്റ്റർബൻസ്. ഈ എമോഷണൽ ഡിസ്റ്റർബൻസ്, സ്ലീപ്പ് ഡിസ്റ്റർബൻസ് വരുവാണെങ്കിൽ ഹൈപ്പോ തലാമസ് ഈസ് ഹാവിങ് സം ഡിസ്ഫങ്ഷൻ എന്ന് വിചാരിച്ചോളുക. അപ്പോൾ ഹൈപ്പോ തലാമസ് ഡിസ്ഫങ്ഷൻ ഇല്ലാതെ നല്ല രീതിക്ക് കൊണ്ടുപോകണമെങ്കിൽ 3 കാര്യങ്ങളേ ഉള്ളൂ. സിംപിളസ്റ്റ് വർക്ക്. ഹൈപ്പോ തലാമസ് ഹെൽത്തിയർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ വെറും 3 കാര്യങ്ങൾ, ഒരുപാട് ഒന്നും പാടണ്ട. എന്തൊക്കെ? സ്ലീപ്പ് വെൽ, ഈറ്റ് റൈറ്റ് ഫുഡ്,
and do exercise as much required. ഇത്രയേ ഉള്ളൂ. നമ്മൾ കറക്റ്റായിട്ട് എക്സസൈസ് ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള എല്ലാ സെൽസിനും എല്ലാ ന്യൂട്രിയൻറ്റും കറക്റ്റായിട്ട് എത്തുമ്പോൾ ഹൈപ്പോതലാമസിന് കിട്ടുന്ന ഇൻപുട്സ് ത്രൂ ബ്രെയിൻ വിൽ ബി ഇൻ നോർമൽ. ഓക്കെ ഓക്കെ, ഗ്രീൻ 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 എന്ന് വന്നോണ്ടിരുന്നാൽ അതെല്ലാം ടിക്ക് ചെയ്തിട്ട് ഗ്രീൻ ആണ്. അപ്പൊ എനിക്ക് കൂടുതൽ അനാവശ്യമായിട്ട് വേറെ ഹോർമോൺസിനെ ഞാൻ എനർജൈസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ഹൈപ്പോതലാമസ് ഡിക്ലെയർ ചെയ്യുന്ന ഒരു കണ്ടീഷൻ വന്നാൽ the whole body will be healthier. ഹൈപ്പോതലാമസിന് ഒരു പണി കൊടുക്കുകയാണ്, മീൻസ് തൈറോയിഡ് സിസ്റ്റം നോട്ട് വർക്കിംഗ് റൈറ്റ്ലി, അല്ലെങ്കിൽ എൻ്റെ പാൻക്രിയാസ് നോട്ട് വർക്കിംഗ് റൈറ്റ്ലി എന്ന് ബ്രെയിനിലോട്ട് പോവുകയാണെങ്കിൽ ബ്രെയിൻ തിരിച്ചു പറയും, യെസ് ദാറ്റ് മീൻസ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്ത് കുറച്ച് കുറവാണ്, അവൻ്റെ ദേഹത്ത് കുറച്ച് ഷുഗർ കൂടുതലാണ് എന്ന് പറയുമ്പോൾ ഹൈപ്പോതലാമസ് ഇമ്മീഡിയറ്റ്ലി പാൻക്രിയാസിനെ കുറച്ചുകൂടെ തുറക്കുമോ, കുറച്ചുകൂടെ ഓപ്പൺ ചെയ്യുമോ എന്ന് പറയും. അത് പറ്റില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റിൽ ബ്രെയിനിൽ ചെന്ന് പറയാം നോട്ട് പോസിബിൾ, ഇത്രയേ ഉള്ളൂ, ഇവന്റെ ഷുഗർ ലെവൽ കുറച്ച് കൂടുതലാവുന്നു. അല്ലാത്ത കണ്ടീഷനിൽ അവനെ നോർമലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹൈപ്പോതലാമസ് ആണ് എല്ലാ ഹോർമോണൽ കണ്ടീഷൻസിനും ഓൺ ഓഫ് ചെയ്യാൻ, അല്ലെങ്കിൽ എത്ര ലെവലിൽ ഓൺ ചെയ്യണം എത്ര ലെവലിൽ ഓഫ് ചെയ്യണമെന്ന് കണ്ടെത്തുന്ന ഒരു സ്മാർട്ട് കൺട്രോളർ എന്നാണ് നിക്നെയിം പറഞ്ഞിട്ടുള്ളത്. ഹൈപ്പോതലാമസിന്റെ നിക്നെയിം മീൻസ് ഹീ ഈസ് എ സ്മാർട്ട് കൺട്രോളർ ഓഫ് ഓൾ ദ ഹോർമോൺസ് എന്നാണ് പറയുന്നത്. ബൈ ആൻഡ് ലാർജ് ആൾ ദ ഹോർമോൺസ്. അവർ വേറെ വേറെ ആൾക്കാരാണെങ്കിലും അവരെല്ലാം ഈ അഡ്രിനലും കോർട്ടിസാലും ഡോപ്പമിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് പോലും ഇങ്ങനെയാണ് കളിക്കുന്നത്. സോ വെൻ ഐ സേ ദാറ്റ് ഡോപ്പമിൻ, ഓക്സിറ്റോസിൻ, സെറട്ടോണിൻ, എൻഡോർഫിൻ്റെ പോലും ഹൈപ്പോതലാമസ് ആണ് എസ് പറയുമ്പോഴാണ് അകത്ത് വരുന്നത്. ഈ സ്കൂളിനകത്ത് കയറണമെങ്കിൽ ഹെഡ് മാസ്റ്റർ എസ് പറഞ്ഞാൽ മാത്രമേ പിള്ളേരകത്ത് കയറാൻ പറ്റുള്ളൂ, സാർ അകത്ത് കയറാൻ പറ്റുള്ളൂ. ഇതെല്ലാം പോട്ട് രണ്ട് പിള്ളേർ അടി വയ്ക്കുവാണെങ്കിൽ പോലീസ് വരണമെങ്കിൽ ഹെഡ് മാസ്റ്റർ പറഞ്ഞാൽ മാത്രമേ പോലീസ് അകത്ത് കയറാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു സ്മാർട്ട് കൺട്രോളറാണ് ഹൈപ്പോതലാമസ്. ഈ ഹൈപ്പോതലാമസ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ യു ഷുഡ് കമ്പൽസറിലി ഹാവ് റൈറ്റ് സ്ലീപ്പ്. സ്ലീപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സ്മാർട്ടറായിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പോഴും 3 മണിക്കൂർ ഉറങ്ങിയാൽ മതി, 4 മണിക്കൂർ ഉറങ്ങിയാൽ മതി എന്ന് പറയുന്ന ഒരു തിയറി ഉള്ളപ്പോൾ പോലും the more you take right sleep, rightly your body is getting reset. അത് എപ്പോൾ പറ്റും എന്ന് പറഞ്ഞാൽ അടുത്ത ഒരു കാര്യം കൂടെ, റൈറ്റ് സ്ലീപ്പ് എന്ന് പറയുന്നതിന്റെ ഒരു ഡെഫിനിഷൻ എന്താന്ന് പറഞ്ഞാൽ താങ്കളുടെ ബോഡിയിൽ മെലറ്റോണിൻ വരണം. അത് ഹൈപ്പോതലാമസ് എസ് പറയുന്ന സമയത്ത് വരും. അത് എപ്പോൾ വരും എന്ന് പറഞ്ഞാൽ when it sees that the environment is darker, not having much of light. പക്ഷെ ഈ നൈറ്റ് ഡ്യൂട്ടി ചെയ്ത് പകൽ വന്ന് ഉറങ്ങുന്ന ആൾക്കാർ ഉറങ്ങുന്നില്ല, അത് ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെയാണ്. ബട്ട് അത് അത്രയും ഒരു ഹെൽത്തി സ്റ്റേറ്റിൽ നിൽക്കുമോ എന്ന് ചോദിക്കുന്നതിന് ഇപ്പോഴും വലിയ ക്വസ്റ്റ്യനും റിസർച്ചും ഓടിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാഡിയൻ റിതത്തിനെ മാത്രം മാറ്റിയാൽ ബോഡിയുടെ കണ്ടീഷൻസ് എല്ലാം നോർമലായിരിക്കും, റിതം മാത്രം മാറി നിൽക്കുമോ എന്ന ഒരു ചോദ്യം ഇപ്പോഴും ക്ലിയർ അല്ല. ബട്ട് ക്ലിയർ ആകുമായിരിക്കുമെന്നാണ് നമ്മളെല്ലാം പറയുന്നത്. ബിക്കോസ് വി ആർ ഇൻ ഇന്ത്യ, വി ആർ നോട്ട് ഫേസ് ദാറ്റ്. ഈ മീൻസ് ഈ പോളാർ റീജിയനിൽ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ 6 മാസം സൺലൈറ്റും 6 മാസം സ്ലീപ്പിംഗ് മീൻസ് ഡാർക്കും എന്നൊക്കെയാണ് അവർ പറയുന്നത്. അവർ ഉറങ്ങുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവർ പോളാറിൽ വിസിറ്റ് ചെയ്ത ഒരാൾ പറഞ്ഞതിന് അനുസരിച്ചാണ് ഞാൻ ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അവർ വീട്ടിലൊക്കെ മിക്കവാറും ഡാർക്ക്നെസ് ഉണ്ടാക്കി റൂമുകൾ വെച്ചിട്ടുണ്ട്. വെൻ ദേ വാണ്ട് 10 hours 12 hours കഴിയുമ്പോൾ അവർ ഒരു 1-2 മണിക്കൂർ അകത്ത് പോയിരിക്കും. ഓട്ടോമാറ്റിക്കലി ദേ ഗെറ്റ് മെലറ്റോണിൻ, ദേ സ്ലീപ്പ്, ദെൻ ദേ കം ഔട്ട് എന്നാണ് പറയുന്നത്. ഈവൻ ഇൻ രാജസ്ഥാൻ ഈ സമ്മർ കൂടിയ സ്ഥലങ്ങളിൽ ലൈറ്റിൽ ഉറങ്ങാതിരിക്കാൻ വേണ്ടി അവരുടെ ഡാർക്ക് കർട്ടൻസിനെക്കാട്ടിലും കൂടുതൽ ഈവൻ ഐ ഹവ് യൂസ്ഡ് ഇറ്റ്. ഞങ്ങൾ ഈ കാർബൺ പേപ്പർ എടുത്തുകൊണ്ട് പോയി ഗ്ലാസ്സിലെല്ലാം ഒട്ടിച്ചു വയ്ക്കും. സമ്മർ ടൈമിൽ കാർബൺ പേപ്പർ ഒട്ടിച്ചു വെച്ചാൽ കുറച്ചുകൂടെ ഡാർക്കർ ആവും. ഈ രീതിയിൽ ഈ ഡാർക്ക്നെസ് ഉണ്ടാക്കി മെലറ്റോണിൻ ഉണ്ടാക്കുകയാണ്. ദീസ് ആൾ സയൻസ്. നമ്മൾ സയൻസിലോട്ട് കൂടുതൽ പോകണ്ട. ഈ ആർ ഐഡിയ ഓഫ് നൗ ഡിസ്കഷൻ ഈസ് വെരി സിമ്പിൾ. ഹെൽത്തിയർ ആയിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എല്ലാവരും പറയുന്നത് തന്നെ, യു ഷുഡ് ഹാവ് റൈറ്റ് എക്സസൈസ്. മോർണിംഗിൽ
വാക്കിംഗ് പോവുക, അല്ലെങ്കിൽ ഒരു ഫീൽഡ് എക്സസൈസ് ചെയ്യുക, അല്ലെങ്കിൽ യോഗ ചെയ്യുക, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുക, അല്ല ഈവനിങ് ആകുവാണെങ്കിൽ ഏതെങ്കിലും സ്പോർട്സിൽ ജോയിൻ ചെയ്യുക, അങ്ങനെ അല്ലെങ്കിൽ ഫിസിക്കൽ എക്സസൈസ് ചെയ്യുക, അല്ലെങ്കിൽ ജിമ്മിൽ പോവുക, വാട്ട് എവർ യു വാണ്ടഡ്, ആൻഡ് ദ ലെവൽ ഓഫ് യുവർ ബോഡീസ് അക്സെപ്റ്റൻസ്. ഞാൻ ഈ എക്സസൈസിന് വലിയ കാര്യമായിട്ട് പറയുന്നില്ല, ഓരോരോ ആൾക്കാരുടെ ലെവലില് അവരവരുടെ ബോഡി അക്സെപ്റ്റ് ചെയ്യുന്ന ലെവലിലേ ചെയ്യാവൂ. അതിനെക്കാട്ടിലും ഒരു സ്റ്റെപ്പ് കൂടി പോയാൽ നമ്മുടെ കർണാടകയിലെ ഫേമസ് സിനിമാ നടൻ രാജ്കുമാറിന്റെ സൺ എന്തോ ഒരു രാജ്കുമാർ ഉണ്ടായിരുന്നല്ലോ സർ, ഹു ലോസ്റ്റ് ഹിസ് ലൈഫ് അറ്റ് ദ ഏജ് ഓഫ് 47. ജിമ്മിലിരുന്ന് പുറത്തിറങ്ങിയില്ല, അവിടെ തന്നെ കൊളാപ്സ് ആയി വീഴുന്നു. ദ ഫൈനൽ ഡിക്ലറേഷൻ വാസ് ഹി വാസ് ഓവർ എക്സോസ്റ്റഡ് എന്നാണ് ഡിക്ലെയർ ചെയ്തത്. അദ്ദേഹത്തിന്റെ ബോഡിയിൽ എത്ര അക്സെപ്റ്റബിൾ ലെവലാണോ അതിനെക്കാട്ടിലും കുറച്ച് കൂടി പോയിരുന്നെന്ന്. അപ്പം അതുകൊണ്ട് എക്സസൈസ് എത്ര ചെയ്യണോ അത്രേ ചെയ്യാവൂ. ഹൗ മച്ച് യുവർ ബോഡി ടെൽസ് ടു ഡു ഇറ്റ് or accepts for your exercise, do only that much, but sleep as much as possible, not beyond. കുംഭകർണ പോലെ ഉറങ്ങരുത്. ഒരു മാക്സിമം as is 7 to 8 എന്നാണ് പറയുന്നത്. മിനിമം hours you can control your body to 4 to something, whatever you feel it, but you should have sufficient sleep. ഇതാണ് ഡിക്ലെയർ ചെയ്ത് വന്നിട്ടുള്ളത്. You should have sufficient sleep, you should have exercise rightly, and further you should have right appetite. Right appetite എന്ന് പറയുന്നത് വാരി വലിച്ച് കഴിക്കണമെന്ന് ആവശ്യമില്ല. കഴിക്കുന്നത് കുറച്ചാണെങ്കിലും ഈ ന്യൂട്രിയന്റ് റിച്ച് ഫുഡാണെങ്കിലും കുറച്ച് മീൻസ് വെറും ഒരു 500 ഗ്രാംസിന് താഴെ കഴിച്ചാൽ പോലും 500 ഗ്രാംസും ഒരു വാട്ട് എവർ യു നീഡ്, മാഗ്നീഷ്യം ആർ ഇങ്ങനെ കുറേ എൻസൈംസ് പ്രൊഡ്യൂസിങ് മിനറൽസ് എന്തുണ്ടോ അത് കറക്റ്റായിട്ട് ചെല്ലിനും കറക്റ്റ് ലെവലില് നമ്മുടെ ബോഡി ബിഹേവ് ചെയ്യുവാണെങ്കിൽ ദാറ്റ് സഫൈസ്. ഒരുപാട് ഇപ്പോഴും പുതിയതായിട്ട് പറയുന്നത് കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കുന്നതൊക്കെ പരമാവധി കുറയ്ക്കണം. അതിനകത്ത് ഇടയ്ക്ക് വേറെ എന്തോ ഒരു ഫുഡ് സിസ്റ്റം വന്നല്ലോ, എന്തോ ഫുഡ് സിസ്റ്റം സർ, അതിന് പേര് മറന്നുപോയില്ല എനിക്ക്. കീറ്റോൺ സിസ്റ്റം, കീറ്റോൺ ഫുഡ് സിസ്റ്റം എന്ന ഒരു സിസ്റ്റം വന്ന്. അപ്പൊ പല പല ഫുഡ് സിസ്റ്റംസ് വരുന്നുണ്ട്. ദാറ്റ് ആൻഡ് ഓൾ ഐ ആം നോട്ട് ജസ്റ്റ് അഡ്വൈസിങ് ആർ ടെല്ലിങ് എനിത്തിങ്. നിങ്ങളുടെ ബോഡി എന്ത് അക്സെപ്റ്റ് ചെയ്യുന്നു അത് ചെയ്യുക. ഹാവ് റൈറ്റ് ഡയറ്റ് ആർ അപ്പറ്റൈറ്റ്, ഹാവ് സഫിഷ്യന്റ് സ്ലീപ്പ്, ആൻഡ് ഹാവ് right or sufficient or required amount of exercise. ഇത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന സാധനം പെർഫെക്റ്റ് ആയിരിക്കും. അവൻ എനർജറ്റിക് ആയിരിക്കുവാണെങ്കിൽ അവൻ റൈറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യും. അവൻ റൈറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുവാണെങ്കിൽ 2 ml ഡോപ്പമിൻ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ 5 ml ആക്കത്തില്ല. 2 ml പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് 1 ml ആയിട്ട് നിർത്തില്ല. അത് ചെയ്യണമെങ്കിൽ കറക്റ്റായിട്ട് അവൻ്റെ കണ്ണും അവൻ്റെ സെൻസും കറക്റ്റായിട്ട് വേണമെങ്കിൽ അവന് കിട്ടുന്ന ഇൻപുട്സ് ഫ്രം അതർ പാർട്സ് ഓഫ് ദ ബ്രെയിൻ റൈറ്റ് ആയിട്ട് കിട്ടിയത് പുള്ളി റൈറ്റ് ആയിട്ട് സെൻസ് ചെയ്യണമെങ്കിൽ ഹീ ഷുഡ് ബി ഹെൽത്തിയർ. ഇഫ് ഹീ ഈസ് ഹെൽത്തിയർ, യു ആർ ഗോയിങ് ടു ബി ഹെൽത്തിയർ. ഇഫ് യു ആർ ഗോയിങ് ടു ബി ഹെൽത്തിയർ, you can make others also to be healthier. If you can make others healthier, the environment or the society is going to be happier. So ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്ന ആ 4 പേര് ഹാപ്പിയർ ആവുകയാണെങ്കിൽ ടോട്ടലി യൂണിവേഴ്സ് വിൽ ബി ഹാപ്പിയർ. 4 പേർ ആരാന്ന് പറഞ്ഞാൽ 1 myself, 2 second party. ഇൻ ഇംഗ്ലീഷ് ഗ്രാമറിൽ പറയുന്ന സെക്കൻഡ് പാർട്ടി എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ആള്. ഇംഗ്ലീഷ് ഗ്രാമറിൽ പറയുന്ന തേർഡ് പാർട്ടി ഹി ആർ ഷീ ആർ സൊസൈറ്റിയിലെ ബാക്കിയുള്ള ആൾക്കാർ. ദ ഫോർത്ത് ഈസ് എൻവിറോൺമെന്റ്. ഇത്രയും വന്നാൽ നമ്മൾ ഹോളിസ്റ്റിക് ലൈഫിലോട്ട് നിൽക്കും. ഈ ഹോളിസ്റ്റിക് ലൈഫിലോട്ട് നിൽക്കുവാണെങ്കിൽ വി വിൽ ഹാവ് ഹെൽത്തി ലെവൽ ഓഫ് ലിവിങ്. ഹെൽത്തി ലെവൽ ഓഫ് ലിവിങ്ങിൽ എല്ലാവരും സമാധാനമായിരിക്കണം. കുറച്ച് പേർ വെപ്രാളപ്പെടുവാണെങ്കിൽ ഈവൻ റോട്ടിൽ കൂടെ പോകുമ്പോൾ ഞാൻ കാമായിട്ട് സ്മൂത്തറായിട്ട് നടന്നു പോയാൽ പോലും
വേറൊരുത്തൻ വെപ്രാളപ്പെട്ടാൽ ഐ മേ ഗെറ്റ് ഹിറ്റ്. അതാണ് നമ്മുടെ സ്വർഗീയ പിതാവ് എന്ന് പറയുന്ന യോഗണ്ണന് സംഭവിച്ചത്. അദ്ദേഹം മോർണിംഗ് വാക്കിന് സ്മൂത്ത് റൈറ്റ് സൈഡിൽ പോയിക്കൊണ്ടിരുന്നു. ബട്ട് ഹി ലോസ്റ്റ് ലൈഫ് ബിക്കോസ് സംബഡി ഈസ് നോട്ട് കാംനെസ്. ഇപ്പം നമ്മൾ എക്സ്ട്രാ ഹെൽത്തിയർ ആയിരിക്കണമെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള ആൾക്കാരും ഹെൽത്തിയർ ആയിരിക്കാൻ പരമാവധി നമ്മൾ സഹായിക്കുക, അവരെയും ആ ലെവലിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. കൊണ്ടുവന്നാൽ വി വിൽ ലീഡ് ടു ഹോളിസ്റ്റിക് ഹെൽത്തിയർ കണ്ടീഷൻ. നമ്മൾ ഹെൽത്തിയർ ആയിരിക്കണമെങ്കിൽ ബട്ട് one main thing, you should always have your affirmation stating that you are healthier. അതാണ് ഈ രാജു ഫിലിപ്പ് സാറും നമ്മുടെ ഒരു ടീം രാവിലെ 5:15 ഉണർന്ന് അവർ മെഡിറ്റേഷൻ ചെയ്യുന്നതിന് മുമ്പ് അഫർമേഷൻ ഒരു 15 ലൈനോ 18 ലൈനോ ഉണ്ട്. ഫണ്ടാസ്റ്റിക് ലൈൻസ്, ഫണ്ടാസ്റ്റിക്. അത്രയും ലൈൻ ഓരോ ആളും റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ, എനിക്ക് തോന്നുന്നു അന്നത്തെ ദിവസം ഫുള്ളും they will feel very energetic. I am worthy, I am helpful, I am really beneficial of the society, I will in turn support the society, and I will not take any plastic, and for the purpose that future generation has to be there. അത്രയും ലോങ് ചിന്ത ഉള്ള ഒരു ടീമാണ്. I really appreciate and kudos to them. So healthier life വരണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഹെൽത്തിയർ ആയിരിക്കണം. നമ്മൾ ഓരോരുത്തരും ഹെൽത്തിയർ ആയിരിക്കണമെങ്കിൽ നമ്മൾ ഹൈപ്പോതലാമസിനെ നേരെ ഡീൽ ചെയ്യാൻ, അല്ലെങ്കിൽ അവനെ സ്വതന്ത്രമായി ചെക്ക് ചെയ്യാൻ വിടണം. അവൻ ഹെൽത്തിയർ ആയിരിക്കണമെങ്കിൽ നമ്മൾ അവൻ്റെ റൈറ്റ് ഇൻപുട്ട്, അല്ലെങ്കിൽ അവൻ്റെ ഫങ്ഷൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു, ആ ഫങ്ഷൻസ് എല്ലാം നേരെ ചെയ്യിപ്പിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെങ്കിൽ we should have right diet, we should have right sleep, and we should have right control on that. Sleeping, dieting, exercise. ഇത് മൂന്നും ഉണ്ടെങ്കിൽ we will lead to fantastic healthier condition. ഞാൻ ഒരു ചെറിയ പോർഷൻ എടുത്തുകൊണ്ട് കുറച്ച് ഏളിയറായിട്ട് നിർത്താമെന്ന് വിചാരിച്ചു. ബാക്കി ഒരു 15 minutes ഡിസ്കഷനിൽ കൂടെ we can enrich our knowledge. ഞാൻ മാത്രം കൂടുതൽ സംസാരിച്ചുകൊണ്ടേ ഇരുന്നാൽ ശരിയാകത്തില്ല. എല്ലാവരും അറിയാം, എന്നെക്കാട്ടിൽ നോളജ് ഉള്ളവരാണ്. അതുകൊണ്ട് ഈ പയ്യൻസ് എത്ര വരെ പറയും നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട്. ഫൈൻ, ഐ വിൽ ടെമ്പറലി പുട്ട് സെമിക്കോളൻ. ഞാൻ ഐ എം നോട്ട് ക്ലോസിംഗ് ദ ചാപ്റ്റർ, ഐ എം ടെമ്പറലി പുട്ടിങ് എ സെമിക്കോളൻ ആൻഡ് മേക്കിംഗ് ഓപ്പണിംഗ് ഫോർ QA സെഷൻ. പിക്ചർ ഒന്നുകൂടെ കാണിക്കണമെന്ന് ആർക്കെങ്കിലും ആവശ്യമാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അത് ഞാനൊരു PPT ഓഫ് 20-25 സ്ലൈഡ്സ് വെച്ചിട്ടുണ്ട്. ഞാൻ ആ ഒരു സ്ലൈഡ് മാത്രം കാണിച്ചതേ ഉള്ളൂ. ഹൈപ്പോതലാമസിന്റെ ബെനിഫിറ്റ്സും ഇതും. താങ്ക് യു സർ. തീർച്ചയായും നമ്മുടെ ഹോളിസ്റ്റിക് ഹെൽത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് അതിലേക്ക് എത്തേണ്ട ഏറ്റവും ആദ്യത്തെ പാർട്ട് ഒരു സൂപ്പർ കൺട്രോളറെ കുറിച്ചാണെന്ന് സാർ സംസാരിച്ചത്, ഹൈപ്പോതലാമസ്. അതൊരു ഇമ്പാർഷ്യൽ പാർട്ടാണെന്ന് നമുക്ക് തീർച്ചയായിട്ടും ചിന്തിക്കാം. പക്ഷെ അതിന് പല രീതിയിൽ അത് ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ഇമോഷണൽ ലൈബ്രറിയിൽ നിന്ന്, അമിഗ്ഡാലയിൽ നിന്ന് കിട്ടുന്ന സന്ദേശങ്ങൾ, അല്ലെങ്കിൽ നമ്മളുടെ ഓൾറെഡി ഉള്ള മെമ്മറീസ്, ഇതൊക്കെ അതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുത്താതെ വളരെ പോസിറ്റീവായിട്ട് ഈ പറയുന്ന ഹൈപ്പോതലാമസിനെ അതിൻ്റെതായ ഫങ്ഷനിൽ നിലനിർത്താൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും അതൊരു റീതിങ്കിങ് ആണ്, ഒരു റീഫ്രെയിമിംഗ് ആണ്. ഹൈപ്പോതലാമസിന്റെ ഫങ്ഷണൽ നെഗറ്റീവായി പോകാതെ, എന്നാൽ കൂടുതൽ അത് എക്സൈറ്റഡ് ആകാതെ അതിൻ്റെതായ ഫങ്ഷൻ ചെയ്യാൻ നമുക്ക് എന്ത് സഹായിക്കാൻ സാധിക്കും? ഇത് തന്നെയാണ് ഹോളിസ്റ്റിക് ഹെൽത്തിന്റെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള പ്രോസസ്സ്. പക്ഷെ അത് ഒരു പരിധിവരെ ഇൻഡയറക്റ്റ് ആണ്. അപ്പൊ അതിനെ ബോധപൂർവം നമ്മൾ മനസ്സിലാക്കി അതിന്റെ ഫങ്ഷനെ അതിലേക്ക് തന്നെ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ എന്തൊക്കെ ചേഞ്ചസ് നമുക്ക് വരുത്താൻ സാധിക്കും? അതിനുള്ള ചില ചേഞ്ചസ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു സാറ്. കൃത്യമായി ഉറങ്ങുക, നല്ല വ്യായാമം ചെയ്യുക, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, ഇതിലൂടെയൊക്കെ തീർച്ചയായിട്ടും അതിനെ ഉണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മുടെ മൈൻഡ് സെറ്റ്, അത് തീർച്ചയായിട്ടും ഒരു മാറ്റം വരുത്തണം. ഒരു അവയർനെസ്, അത് തിരിച്ചറിവാണ്. സൂപ്പർ കൺട്രോളർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഏതൊക്കെ രീതിയിൽ അത് പോകണം എന്ന് ചിന്തിക്കുന്നത്. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. വളരെ ഒരു പോയിന്റ് കൂടെ ആഡ് ചെയ്തേക്കാം സർ, ഞാനത് വിട്ടുപോയതാണ്. ഈ ഹൈപ്പോതലാമസിന്റെ ഫംഗ്ഷനിലെ സെക്ഷൽ ഡ്രൈവ് കൊണ്ടുവരുന്നതും ഹൈപ്പോതലാമസ് എന്നാണ് പറയുന്നത്. അതേപോലെ മൂഡ് കൺട്രോളറും. ഇതിന്റെ മൂഡിനെ
നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ നമ്മുടെ മൂഡിനെ സ്വിങ് ചെയ്യിപ്പിക്കുന്നതും ഹൈപ്പോതലാമസിന്റെ ഒരു റോൾ ഉണ്ടെന്ന്. സോ സെക്ഷൽ ഡ്രൈവിനും ഒരു റോളുണ്ട്, മൂഡ് മാനേജിങ്ങിനും ഒരു റോളുണ്ട്. യെസ്. ഓക്കെ, സോ അപ്പോൾ മൂഡ് സ്റ്റെബിലൈസർ കൊടുക്കുന്നത് പോലും ഹൈപ്പോതലാമസിനെ റെഡിയാക്കുന്നതാണ്. സോ ഓക്കെ സാർ, നമുക്ക് ഡിസ്കഷനിലേക്ക് പോകാം. ആരാണ് പറയുന്നത്? 10 മിനിറ്റ് എടുക്കട്ടെ. ഞാൻ ക്ലാസ്സിൽ ഇരിക്കാം. യെസ്, രാജ് സാർ പറഞ്ഞോളൂ. തലാമസ് എന്ന് പറയുന്നത് ബോഡിയുടെ ഇതാണെന്ന് പറഞ്ഞില്ലേ, തെർമോസ്റ്റാറ്റ് ആണെന്ന് പറഞ്ഞു. അതായത് അത് ആക്ച്വലി നമ്മുടെ മൂഡൊക്കെ കൺട്രോൾ ചെയ്താൽ, മൂഡാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. വി ഹാവ് ഗുഡ് മൂഡ്സ് ആൻഡ് ബാഡ് മൂഡ്സ്. നല്ല മൂഡും അതായത് അതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും നല്ല മൂഡിൽ നമ്മൾ ലൈഫിനെ വളരെയധികം ഹാപ്പി ആയിട്ട് നമുക്കാക്കും. അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വറീസ് തന്നെയായിരിക്കും. നമ്മുടെ ജീവിത പങ്കാളിയെ നല്ലതായിട്ട് ചിലപ്പം കാണും, ചില സമയത്ത് നമ്മൾ ന്യൂസൻസ് ആയിട്ട് കാണും. നമ്മുടെ കാർ അത് എത്ര നല്ലതാണെങ്കിലും നമ്മളത് എത്ര മോശമാണെങ്കിലും നല്ല കാറാണെന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ മോശം കാറിനെയും നല്ല കാർ പോലും നമ്മുടെ ചിന്താറായിട്ട് മൂഡ് അനുസരിച്ചാകും. ഹാപ്പി മൂഡിലല്ലേ, ഹൈ മൂഡിലല്ലേ നമ്മുടെ ലൈഫിനെ ഇത് ചെയ്യണമെന്നാണ്, മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ്. ലൈഫിനെ നമ്മൾ അനലൈസ് ചെയ്യണം. To analyze life in the bad mood, you will be doing emotional suicide. Emotional suicide ആയിരിക്കും. ഈ പറയുന്ന തെർമോസ്റ്റാറ്റുമായിട്ട് ബന്ധപ്പെട്ട് കേട്ടിട്ടുള്ള ഒരു കോട്ടാണ്. ഇഫ് യു അനലൈസ് യുവർ ലൈഫ് ഇൻ എ ലോ മൂഡ്, യു വിൽ ബി ഡൂയിങ് ദ ഇമോഷണൽ സൂയിസൈഡ്. നമുക്ക് സാധാരണ സംഭവിക്കുന്നതാണ്. ഒന്നും ശരിയല്ല, ഒന്നും ശരിയാകത്തില്ല എന്നുള്ള രീതിയിൽ എപ്പോഴും നമ്മൾ ബാഡ് മൂഡിലാണ്, ഈ പറയുന്ന ലോ മൂഡിലാണ് നമ്മൾ ലൈഫിനെ എപ്പോഴും അനലൈസ് ചെയ്യുന്നത്. എന്നാൽ എപ്പോഴും ആ മൂഡ് ചേഞ്ച് ചെയ്യാൻ ഈ പറയുന്നതായ തെർമോസ്റ്റാറ്റ് ആയിട്ടുള്ള ഹൈപ്പോതലാമസിന്റെ കൺട്രോളിനെ സാധിക്കും. തീർച്ചയായിട്ടും അത് നാം ചെയ്യേണ്ടതായ കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ഇപ്പോൾ സാർ പറഞ്ഞത്. തീർച്ചയായിട്ടും അത് എല്ലാം വളരെയധികം റിലവൻ്റ് ആയ പോയിന്റ്സ് ആണെന്ന് മാത്രമേ എനിക്ക്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. സംഗീത ടീച്ചർ പറയൂ. ഗുഡ് ഈവനിങ് ഓൾ. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. എനർജി ഹീലിംഗിൽ, റേക്കി ഹീലിംഗിൽ ഞങ്ങളുടെ മാസ്റ്റർ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. ഈ കൈ രണ്ടും ഇങ്ങനെ വെച്ചിട്ട് മാക്സിമം രാത്രി ഉറങ്ങുമ്പോൾ എനർജി കണക്ട് ചെയ്ത് കിടക്കുന്നത് ഹൈപ്പോതലാമസിലേക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ അതിന്റെ ഇമ്പാക്ട് എത്രയുണ്ടെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പൊ അത് എന്തായാലും രണ്ടാമത് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ വേറൊരു കാര്യം തോന്നിയത്, ആനുകാലികമായ ഇപ്പോഴത്തെ സന്ദർഭത്തിൽ ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കണം എന്ന് തോന്നുന്നു. കാരണം പണ്ട് നമുക്ക് ഇത്രയും ഇപ്പൊ എന്താ വെച്ചാൽ എല്ലാ സമയത്തും ലൈറ്റും രാത്രിയുള്ള യാത്രകളും അങ്ങനെയൊക്കെ ആവുമ്പോൾ ഈ നേരത്തെ പറയുന്ന മെലറ്റോണിൻ വരാനൊക്കെ ആ ഡാർക്ക്നെസ് കുറവല്ലേ. പണ്ട് അങ്ങനെയല്ലല്ലോ. നമ്മൾ ഈ ചിമ്മിനി വിളക്കിലും അങ്ങനെയൊക്കെ അങ്ങനെ കുറച്ച് ലൈറ്റ് കുറവുള്ള സമയം. പിന്നെ ഫുഡാണെങ്കിൽ ജങ്ക് ഫുഡിനേക്കാൾ കുറവായിട്ട് എല്ലാ തരം താളും എല്ലാ സാധനങ്ങളും കൂടിയിട്ടുള്ള ഒരു കഴിക്കില്ല. അതിൽ ന്യൂട്രിയൻസ് വരുന്നുണ്ട്. അതിന്റെ തന്നെ എക്സസൈസ് ആണ് വെച്ചിട്ടുണ്ടെങ്കിൽ ധാരാളം അവർ പണിയെടുക്കണോ, മുറ്റത്ത് നടക്കണോ, അങ്ങനെയുള്ളതൊക്കെ. അപ്പൊ ഈ സമയത്ത് ആനുകാലികമായിട്ടുള്ള ഒരു സമയത്തിൽ ഇതിനെ പറ്റിയിട്ട് കൂടുതൽ അവയർനെസ് കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണെന്ന് എനിക്കിങ്ങനെ തോന്നി കേട്ടപ്പോ. എന്തായാലും നല്ല ഇൻസൈറ്റ് തന്നിട്ടുള്ള ഒരു ക്ലാസ് ആണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. എളങ്കോ സർ, നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് അറിവ് പകരുക സാർ, അതിന്റെ കൂടെ ഒന്നുകൂടെ പറഞ്ഞു, കിട്ടിയ അറിവ് മറ്റുള്ളവർക്ക് കൂടെ പകരുക. അങ്ങനെ ഒരു കണ്ടീഷനിലേക്കാണ് നമ്മളിപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഓരോ വ്യക്തിയിലും നമ്മുടെ ബ്രെയിനുമായി ബന്ധപ്പെട്ട് പല ഭാഗങ്ങളെക്കുറിച്ചും പറയാറുണ്ട്. എങ്കിലും ഈ ഹൈപ്പോതലാമസിന് ഇത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് സാറിൽ നിന്നാണ് അറിയുന്നത്. ഒരുപാട് ഫങ്ഷൻസ് ഹൈപ്പോതലാമസ് ചെയ്യാറുണ്ട്. അതെല്ലാം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ പോലും വൺ ബൈ വൺ ടിക്ക് ചെയ്തുകൊണ്ട് ഇത് ഇന്നതിനാണ് എന്ന് കൃത്യമായി ഈ പ്ലാറ്റ്ഫോമിൽ സാറ് പറഞ്ഞതുണ്ട്. ഇടയിലൂടെ സാറ് പറയുന്നുണ്ട്, ഞാൻ സയന്റിഫിക് ആയിട്ട് പോകുന്നില്ല, സയൻസിലേക്ക് പോകുന്നില്ല. ബട്ട് ആക്ച്വൽ സാറ് സയൻസിൽ നിന്നുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വാസ്തവം. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു സാർ, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ ട്രാക്ക് ഉള്ളത് ഇന്ത്യയിലാണ്. അങ്ങനെ ഒരു വ്യത്യസ്തമായ ഒരു അത്ഭുത ലോകമായ ഈ ഇന്ത്യൻ റെയിൽവേയിൽ അത് കൺട്രോൾ ചെയ്യുന്നത് കൺട്രോളർ എന്നൊരു ഉദ്യോഗസ്ഥനാണ്. ഓരോ ഡിവിഷനും ധാരാളം ഡിവിഷൻസ് ഉണ്ട്.
ആ കൺട്രോളർക്ക് എപ്പോഴെങ്കിലും ഒരു ചെറിയ തെറ്റ് സംഭവിച്ചാൽ ഒരു വലിയ ആക്സിഡന്റിനുള്ള എല്ലാ സംവിധാനവുമുണ്ട്. ഈ ഹൈപ്പോതലാമസ് എന്ന കൺട്രോളർക്ക് അങ്ങനെ ഒരു അപകടം കൂടി ഉണ്ട് അവിടെ എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. റെയിൽവേയിലെ കൺട്രോളർ ASMന് കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണ് ഒരു ട്രാക്കിന്റെ ഇൻകമിങ്ങും ഔട്ട് ഗോയിങ്ങും സെപ്പറേറ്റ് ട്രാക്കുകൾ കൊടുക്കാനായിട്ട് കഴിയുന്നു. ഹൈപ്പോതലാമസിനും അങ്ങനെ ഒരു ഡ്യൂട്ടി, കൺട്രോളറുടെ ഡ്യൂട്ടി ഉണ്ട്. അത് ഹോൾ ബോഡിയെ ആണ് നിയന്ത്രിക്കുന്നത്, നമ്മുടെ മെന്റാലിറ്റിയെ പോലും അത് നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ് എനിക്കിപ്പോ അനുഭവപ്പെടുന്നത് അല്ലെങ്കിൽ തോന്നിയത്. നല്ലൊരു ക്ലാസ് ആയിരുന്നു സർ. ബ്യൂട്ടിഫുൾ. താങ്ക് യു സർ. താങ്ക് യു സാർ. ഞാനൊരു ജസ്റ്റ് ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് മാത്രമേ തന്നിട്ടുള്ളൂ സാർ. ഈ ഹൈപ്പോതലാമസിന് ഞാൻ വെച്ചിരിക്കുന്ന ഒരു ഈവൻ അതിന്റെ നോട്ട്സ് തന്നെ എനിക്ക് 22 പേജാണ് ഞാൻ നോട്ട്സ് എടുത്ത് വെച്ചത്. ഞാനൊരു ജിസ്റ്റായിട്ട് മാത്രമേ പറഞ്ഞുള്ളൂ. എല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന ചിലപ്പം ബോറടിച്ചു പോവും, അല്ലെങ്കിൽ ഇവന് വേറെ ജോലി ഇല്ലെന്ന് പറയും. നമ്മുടെ ആവശ്യം ഹോളിസ്റ്റിക് ഹെൽത്തിലോട്ട് പോവാം. അപ്പോൾ ഹെൽത്തിന്റെ ആംഗിളിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളെ ഹെൽത്തിയർ ആക്കാൻ വേണ്ടി കുറച്ച് അവയവങ്ങളുണ്ട്. അതിൽ ബ്രെയിനാണ് മുകളിൽ. ആ ബ്രെയിനകത്ത് തന്നെ ചെറിയ ചെറിയ പോർഷൻസ് എന്ത് ചെയ്യുന്നു അതിനെ മനസ്സിലാക്കാൻ മാത്രമാണ് ചിന്തിച്ചത് സാർ. താങ്ക് യു സാർ. താങ്ക് യു സാർ. മോഹൻദാസ് സാർ. നമ്മുടെ യോഗ ക്ലാസ്സിൽ രാവിലെ സുരേഷ് സാർ പറയാറുണ്ട്, നമ്മുടെ ബിഗിനിങ്ങിൽ തന്നെ ഒരു മൈൻഡ് സെറ്റിങ്ങിന്റെ വരുമ്പോൾ പറയുന്നുണ്ട്, 2 പുരികൾക്ക് ഇടയിലെ മധ്യത്തിലാണ് ബ്രെയിനിന്റെ തൊട്ട് താഴെ ഇരിക്കുന്ന ഹൈപ്പോതലാമസ് ഡെയിലി ഇങ്ങനെ ആ യോഗ ക്ലാസ്സിൽ പറയും. ബ്രെയിനിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അവിടെയാണ് ഈ സാർ ഇത് ചോദിച്ചുള്ള ബോഡിയിലെ ഏറ്റവും ഹാർട്ടായിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് അവിടെയാണ്. ശരിക്കും പറയുന്നത് നമ്മുടെ ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നെറ്റിക്കണ്ണെന്ന് പറയുന്ന 3-ാം തൃക്കെന്ന് പറയുന്ന ഇതും ആ പോയിന്റ് ഒക്കെയാണ് അവിടെ വരുന്നത്. അപ്പം ശരിക്കും മാത്രമല്ല അവിടെ നമ്മുടെ ഈ എന്താ പറഞ്ഞാല് ഭസ്മം ഇടുന്നതിൻ്റെയോ ചന്ദനം ഇടുന്നതിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിൻ്റെയൊക്കെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് പണ്ട് കാലങ്ങളിൽ അത് കണ്ടത്. അതിനെ ഒരു ബാലൻസ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും. ഈ പറഞ്ഞാൽ കൂടുതൽ ചൂടാതിരിക്കാനും അല്ലെങ്കിൽ കൂടുതൽ തണുത്ത് ഇതാകാതിരിക്കാനായിരിക്കും, ആ ഒരു ടെമ്പറേച്ചർ കീപ്പ് ചെയ്യാനായിരിക്കും ആ ഹൈപ്പോതലാമസിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ 2 പുരികങ്ങൾക്കും മധ്യത്തിലുള്ള നെറ്റി, അതിന്റെ ഇമ്പോർട്ടൻസ് സാറിന് ഇളങ്ക സാറിന്റെ ക്ലാസ്സിലായപ്പോൾ മനസ്സിലായി. ഈ പറഞ്ഞല്ലോ സ്ലീപ്പ്, ഫുഡ്, എക്സസൈസ്, ഈ 3ന്റെയും ഒരു എന്താ പറയുക കോയിൻസിഡൻസ് അല്ല, ഒരു എന്താ പറയുക ബാലൻസ്ഡ് ആയിട്ടുള്ളത്. ബാലൻസ്ഡ് ഡയറ്റ് പോലെ തന്നെയാണ് ഈ 3 ബാലൻസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാ ഉണ്ടാവും എന്നുള്ളതും പറയുന്നുണ്ട് ഹൈപ്പോതലാമസിനല്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ബ്രെയിനിന്റെ ഡയറക്റ്റ് കൺട്രോളിൽ വരുന്ന ഒരു സിഗ്നലിംഗ് സിസ്റ്റമാണ് ഈ ഹൈപ്പോതലാമസ്. വളരെ ഇതായിട്ട് എനിക്ക് തോന്നുന്നു സാറിന് പറ്റുന്നുണ്ടെങ്കിൽ ആ സ്ലൈഡ്സ് ഒക്കെ ഒന്ന് അവസാനമായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മെമ്പേഴ്സിനെങ്കിലും അതൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സാർ 22 പേജിലുള്ള നോട്ട് ഏതും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ കുറെ നോട്ട് ചെയ്തിട്ടുണ്ട്. അത് സാബു സാറിന് ഒന്ന് കൈമാറണം എന്നാണ് റോയ് സാർ. നമസ്കാരം സാർ. ഈ ഹൈപ്പോതലാമസിന്റെ ഫങ്ഷൻ ഹോർമോൺ കൺട്രോൾ ആണെന്ന് സാർ പറഞ്ഞു. ആ ഹോർമോൺ കൺട്രോളിന് പെശക് പറ്റിക്കഴിഞ്ഞാൽ കൂടുതലായാലും കുറവായാലും ഒക്കെ ശരീരത്തിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ. അപ്പോ അത് മാനേജ് ചെയ്യണമെങ്കിൽ നന്നായി ഉറങ്ങണം, സ്ലീപ്പ് വെൽ, റൈറ്റ് ഫുഡ്, അതായത് ആപ്പിറ്റേറ്റ് ഉള്ള ഫുഡ് അളവിലല്ലാതെ സാർ പറഞ്ഞു. അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള എക്സസൈസ് ചെയ്യാൻ വേണ്ടി എക്സസൈസ് അല്ല. അപ്പൊ ഇതിന് എല്ലാത്തിനും ഒരു മിതത്വം വേണം. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈ ഹൈപ്പോതലാമസിനെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, അത് ബാക്കി എല്ലാ ഹോർമോണിന്റെ കാര്യങ്ങളൊക്കെ വിടാം. മൂഡ് ചേഞ്ചിനൊക്കെ ഓരോ ഹോർമോൺ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സന്തോഷം തോന്നുന്ന സമയത്തുള്ള ഹോർമോൺ, എല്ലാ ഹോർമോണുകളും അറിയാം. പക്ഷെ അവയുടെ ഈ ഹോർമോണിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ
ഈ ഹൈപ്പോതലാമസിന്റെ റോള് ഒരു പ്രധാനപ്പെട്ട റോളാണെന്നും അത് മാനേജ് ചെയ്യണമെങ്കിൽ ഈ 3 കാര്യങ്ങൾ, സ്ലീപ്പ് വെൽ, റൈറ്റ് ഫുഡ് ആൻഡ് എക്സസൈസ്, ഇതും വിധത്തിൽ വേണമെന്ന് പറഞ്ഞു തന്ന ഒരു കാര്യം വളരെയധികം താല്പര്യത്തോടുകൂടി ഉൾക്കൊള്ളുന്നു. ഇനി ഇത് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ലൈഫ്, ജീവിത രീതി കൊണ്ടുപോവുക എന്ന് പറയുന്നതാണ് ഇതിനകത്ത് പ്രധാന കാര്യം. അപ്പോൾ ഈ ഹൈപ്പോതലാമസിനെ കുറിച്ച് ഇത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന കാര്യം സാറ് ഇടയ്ക്കൊക്കെ പല ക്ലാസ്സുകളിൽ ഹൈപ്പോതലാമസും തലാമസിന്റെ കാര്യങ്ങളും ഒക്കെ സാർ പറയാറുണ്ടെങ്കിലും ഇന്നാണ് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഏതായാലും ഈ ഒരു ഐഡിയ, ഈ ഒരു ആശയം ഷെയർ ചെയ്ത എലങ്കോ സാറിന് ഒത്തിരി അഭിനന്ദനങ്ങളും നന്ദിയില്ല. തിരക്കുണ്ടോ? താങ്ക് യു സാർ. തിരക്കുണ്ടോ സാറിന്? തിരക്കുണ്ടോ? ഇല്ല, ഞാൻ വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് നമുക്കൊരു മെഡിറ്റേഷൻ വേണമെങ്കിൽ ചെയ്തിട്ട് ഇറങ്ങാം സാർ. ഓക്കെ, ജോർജ് സാറിനോട് ഒന്ന് പറയട്ടെ. ജോർജ് സാർ. താങ്ക് യു സാർ. എലങ്കോ സാറേ, സാറിന് ഏത് വിഷയത്തിലുള്ള അറിവ്, ആധികാരികമായുള്ള അറിവ്, അതിൻ്റെ അവതരണ ശൈലി അതെന്നും വളരെ ആകർഷണം. അതിലുപരി ഇന്നത്തേത് എന്ന് പറയുന്നത് ഒരു ഭയങ്കര സയൻസ് കാര്യം. കുറച്ച് ഗ്ലാൻസ്, കുറച്ച് ഹോർമോൺസ്, അതൊക്കെ ഒത്തിരി ശരീരത്തിലുണ്ട് എന്നൊക്കെ ഒത്തിരി ആൾക്കാരുണ്ട്, പറയാറുണ്ട്. അതിന് കൂടെ പറയുന്ന ചില ഹോർമോൺസും ഗ്ലാൻസും ആണ് സാറ് പറഞ്ഞത്. പക്ഷേ ഈ ഇത്രയും വലിയ ഈ കെമിക്കൽ ഫാക്ടറി, ലോകത്ത് ഏറ്റവും വലിയ കെമിക്കൽ ഫാക്ടറി എന്ന് വേണമെങ്കിൽ പറയാമല്ലോ, ഇതിനകത്ത് ഓരോ പോയിന്റിലും, ഓരോ ടേണിംഗ് പോയിന്റിലും, ഓരോ ജംഗ്ഷനിലും ഒത്തിരി സെൻസേഴ്സ് ഉണ്ട്. ഈ എല്ലാ സെൻസേഴ്സിനെയും കോർഡിനേറ്റ് ചെയ്ത് കിട്ടുന്ന ഇൻപുട്ട് മുഴുവൻ അനലൈസ് ചെയ്യുന്ന സൂപ്പർ കമ്പ്യൂട്ടർ, ആ ഫങ്ഷൻ അല്ല സൂപ്പർ കൺട്രോളർ, ആ പുള്ളി ഈ പുള്ളിയാണെന്ന്, ഇങ്ങനെയാണെന്ന് പക്ഷെ ഇത്രത്തോളം ഇതുവരെ അറിഞ്ഞിട്ടില്ല. പലതും കേട്ടിട്ടുണ്ട്, പലപ്പോഴും കേട്ടിട്ടുണ്ട്, പല വിധത്തിൽ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത്രമാത്രം ഉണ്ട് എന്ന് കരുതിയിട്ടില്ല. ഒത്തിരി സന്തോഷം, ഒത്തിരി നന്ദി സാർ, ഒത്തിരി. അതെ പ്രകടിപ്പിക്കാതെ വയ്യ. വളരെ നല്ല ക്ലാസ് ആയിരുന്നു സാറേ. എന്റെ PG ക്ലാസ്സിലേക്ക് സാർ എന്റെ മനസ്സ് കൊണ്ടുപോയി. അതായത് ആ ക്ലാസ്സിൽ ഞങ്ങളെ ബാലകൃഷ്ണ സാറാ ക്ലാസ് എടുത്ത്. സാറ് ഹൈപ്പോതലാമസിന്റെ ഇമ്പോർട്ടൻസ് വളരെ ഗാഢമായിട്ട് തന്നെ പറഞ്ഞു തന്നിരുന്നു. പിന്നെ എനിക്കൊരു നേരിട്ടുള്ള അനുഭവം, ഒരു ആക്സിഡന്റ് പറ്റിയ ഒരാള്, അയാളെ ഈ ഭാഗത്താണ് കേടുപറ്റിയത്. അതിനുശേഷം അയാൾക്ക് ഫീലിങ്സ് ഇല്ല, അയാൾക്ക് വല്ലാത്തൊരവസ്ഥയാണ്. അയാൾക്ക് ആര് മരിച്ചാലോ ഒന്നും അയാൾക്ക് ആ ഇമോഷൻസ് തീരെ ഇല്ല. ഹൈപ്പോതലാമസിന് എന്തോ കംപ്ലൈന്റ് പറ്റിയാന്നാണ് ആക്സിഡന്റിൽ. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാം, താങ്ക് യു. പറയൂ സർ. സാറ് പറഞ്ഞല്ലോ ഓരോരോ മാസം ഓരോരോ പാർട്സിനെ കുറിച്ച്, ബ്രെയിനിന്റെ ഓരോരോ പാർട്സിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കും, സംസാരിക്കുന്നു. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഉള്ള പുസ്തകം ഏതാണ്? ശരിക്ക് ഏതെങ്കിലും സാറ് റെഫർ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഒരു ബുക്കല്ല സർ, ഒരു ബുക്കല്ല. നമ്മൾ ഈ ബുക്ക് എന്ന് പറയുന്ന, സാർ ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് പറയൂ. അല്ല, പർട്ടിക്കുലർ ഇതിന്റെ ഫിസിയോളജിയും ഒക്കെ പറയുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള പുസ്തകം ഏതാണെന്നെങ്കിലും ഒന്ന് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇല്ല, അങ്ങനല്ല സർ. ഈ ബുക്ക് എന്ന് പറയുന്നത് ഓരോരോ ആൾക്കാർ എഴുതുന്നതാണ്. ഇളങ്കോ ഒരു രീതിയിൽ എഴുതിയിരിക്കും, ഉലകണ്ണൻ സാർ വേറെ രീതിയിൽ എഴുതിയിരിക്കും, ജോർജ് സാർ വേറെ രീതിയിൽ എഴുതിയിരിക്കും. അതുകൊണ്ട് ഒരു പർട്ടിക്കുലർ ബുക്ക് ആണ് അതിന്റെ ബേസിസ് എന്ന് നമ്മൾ പറഞ്ഞാൽ നമ്മൾ ഒരാളുടെ ഫോളോവർ ആവും. ഇപ്പം ഞാൻ ഈ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് തുടങ്ങിയത്, മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന സാധനം ലോകത്തിൽ കൊണ്ടുവന്നത്, ഞങ്ങളെല്ലാം പറയുന്നത് തിക് നാട്ട് ഹാൻ എന്ന് പറയുന്ന ഒരു ബുദ്ധിസ്റ്റ് കൊറിയൻ മോങ്ക് എന്നാണ് പറയുന്നത്. പക്ഷേ അതിന് യഥാർത്ഥത്തിൽ നമ്മുടെ ഇടയ്ക്ക് എത്തിപ്പിച്ചതെന്ന് പറയുന്നത് ജോൺ കബട്സിൻ എന്ന് പറയുന്ന ഒരു മാസച്യൂസെറ്റ്സ് യൂണിവേഴ്സിറ്റിയിലുള്ള മൈക്രോബയോളജി പ്രൊഫസറാണ്, ഒരു ഡോക്ടറേറ്റ് ഉള്ള ആൾ. അയാൾ സെല്ലിൽ ഒരുപാട് വർക്ക് ചെയ്ത് ക്യാൻസറിനെ അഗേൻസ്റ്റ് ഇത് സപ്പോർട്ട് ചെയ്ത് അതുകൊണ്ട് പബ്ലിഷ് ചെയ്തെന്നാണ് പറഞ്ഞത്. പക്ഷേ
സാർ അതിന്റെ ഹിസ്റ്ററി നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഒരു ജോൺ കബട്സിന്റെ ബുക്ക് വായിക്കുമ്പോൾ അദ്ദേഹം പലതും എനിക്ക് തിക് നാട്ട് ഹാൻ ആണ് പഠിപ്പിച്ചതെന്ന് പറഞ്ഞ് മാത്രം നിർത്തും. അപ്പം തിക് നാട്ട് ഹാൻ ആണോ ഇതിന്റെ എല്ലാം ഉറവിടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2000-3000 വർഷത്തിന് മുമ്പ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമായിരുന്നു. അപ്പം അതുകൊണ്ട് നമ്മൾ അവിടെ ഒരു സ്ഥലത്തും കോമായിട്ടിരുന്നത്. സാറിന് എവിടെ വരെ എത്താൻ പറ്റുമോ ആ അറ്റം വരെ പോയിക്കൊള്ളുക. താങ്ക് യു സാർ. ഓക്കെ, മെഡിറ്റേഷനിലേക്ക് വേറെ ആരും പറയുന്നില്ലല്ലോ. മെഡിറ്റേഷനിലേക്ക് പോകാം സാർ. ഓക്കെ, ഒരു സിമ്പിൾ മെഡിറ്റേഷൻ ഫോർ 5 or 10 മിനിറ്റ്സിലോട്ട് പോകാം. ഞാനൊരു ബോഡി സ്കാൻ മെഡിറ്റേഷനിലോട്ട് പോകാം. ഞാൻ എന്നും പറഞ്ഞു തരുന്ന പോലെ സിറ്റ് എറക്റ്റ്, കാൽ പാദങ്ങൾ രണ്ടും തറയിൽ ഫേമായി ടച്ച് ചെയ്തിരിക്കട്ടെ. അതെന്ന് പറഞ്ഞാൽ ഒരു എർത്തിങ് സിസ്റ്റം പോലെ ഇരിക്കുന്ന ഒരു രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. എൻ്റെ ഇതിൽ സയൻസ് പറയുന്നത് എന്താ പറയുക, കാൽ പാദങ്ങൾ രണ്ടും ഫേമായിരുന്നാൽ യു വിൽ ബി ഓൺ എ സ്റ്റെബിലൈസ്ഡ് കണ്ടീഷൻ. സ്റ്റെബിലൈസ്ഡ് കണ്ടീഷൻ ആണെങ്കിൽ ദേഹം ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞാടത്തില്ല, നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നിൽക്കും, പിന്നെ ഫേം ആയിരിക്കും. അപ്പൊ കാൽ പാദങ്ങൾ രണ്ടും ഗ്രൗണ്ടിൽ ഫേമായി, അതും ബെയർ ഫൂട്ട് വെച്ചാൽ കുറച്ചുകൂടെ നല്ലതാണ്. നട്ടലിൽ നിവർത്തി ഇരിക്കുക, കഴുത്ത് ഇറ്റ്സ് ഓൺ ലെവലിൽ നിവർന്നിരിക്കുക, കണ്ണ് രണ്ടും നമ്മുടെ ഓൺ ലെവലിൽ നോക്കുക. ഓക്കെ, കൈ പാദങ്ങൾ രണ്ടും തുറന്ന രീതിയിൽ ഇങ്ങനെ തുടയിന് മുകളിലോ, അല്ല തുടയിന് മുകളിൽ വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ കസേരയിലെ ആംറെസ്റ്റ് ഉണ്ടെങ്കിൽ ആംറെസ്റ്റിന് മുകളിലോ വെച്ചോളുക. ബട്ട് തുടയിന് മുകളിൽ വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് യു വിൽ ഹാവ് ലിറ്റിൽ മോർ കംഫർട്ടബിലിറ്റി. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരുന്നിട്ട് ദെൻ സിമ്പിളറായിരിക്കുക. പിന്നെ ഇതിനകത്ത് ഒരു കോട്ട് മാത്രം ഞാൻ പറയാം. നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് പല സമയങ്ങളിൽ തോട്ട് വേറെ സ്ഥലങ്ങളിലോട്ട് വലിച്ചോണ്ട് പോകും. ഇവിടെ ഇരിക്കുമ്പോൾ അമേരിക്കയിൽ പോകും, ദുബായിൽ പോകും, അല്ലെങ്കിൽ ഡൽഹിയിൽ പോകും, അല്ലെങ്കിൽ നമ്മളൊരു ബസ്സിൽ സഞ്ചരിച്ചപ്പോൾ വേറെ ടിക്കറ്റ് തരാത്ത കാര്യം വരും. അവിടെ എവിടെ പോയാലും ഇമ്മീഡിയറ്റ്ലി തിരിച്ചു വരിക, അത് തിരിച്ചറിയുക. യെസ്, സംവേർ ഐ ആം ജമ്പിങ് ഔട്ട് എന്ന് നേരെ തിരിച്ചു വരിക. അഗൈൻ സ്റ്റാർട്ട് ടു ഡു യുവർ ബ്രീത്തിങ് എക്സസൈസ് ആർ സ്റ്റാർട്ട് തിങ്ക് ഓൺ യുവർ ഓൺ ബോഡി. അതെന്ന് പറഞ്ഞാൽ മൈൻഡിനെ കൺട്രോൾ കൊടുക്കാൻ വേണ്ടി ഒരു എക്സസൈസ് ആണ് ഈ മെഡിറ്റേറ്റീവ് എക്സസൈസ്. വേറെ ഒന്നുമില്ല ഇതിന്റെ പുറകിൽ. ഒരു റിലീജിയൻ, കാസ്റ്റ്, ക്രീഡ് ഒന്നുമേ അല്ല. ഇറ്റ്സ് പ്യൂർലി സയൻസ് ആൻഡ് വി ആർ ഡയറക്റ്റിംഗ് അവർ ബ്രെയിൻ ടു തിങ്ക് ഓൺ എ പർട്ടിക്കുലർ ആംഗിൾ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഇത്രയും ഇരുന്നുണ്ട് ചെറിയതായിട്ട് മൈൻഡിടത്ത് പറയുക, ഇന്റേൺ ബ്രെയിനിലോട്ട് എത്തും. മൈൻഡ് ആൻഡ് ബ്രെയിൻ എന്നാണ് ഞാൻ പറയുന്നത്. അവിടെ ഐ ആം ഗോയിങ് ടു ഡു മെഡിറ്റേഷൻ, കൈൻഡ്ലി സപ്പോർട്ട് മീ എന്ന് പറയുക. പറയുന്ന സമയത്ത് അത് ഒരു 15 സെക്കൻഡോ 20 സെക്കൻഡോ 50 സെക്കൻഡോ എപ്പോഴോ ഒരു സമയത്ത് കമാൻഡ് ഡിയർ ഡു ഇറ്റ്, ഐ എം റെഡി എന്ന് പറയും. അപ്പം അത് റെഡിയാകുന്ന സമയത്ത് ക്ലോസ് യുവർ ഐസ്. ടിൽ സച്ച് ടൈം വെയിറ്റ് ഫോർ ദാറ്റ്. കണ്ണ് അടച്ചു കഴിഞ്ഞാൽ ഗോ ഫോർ ബ്രീത്തിങ് എക്സസൈസ് ആൻഡ് സ്റ്റാർട്ട് അബ്സർവ് യുവർ ബ്രത്ത്. Inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale. Now shift your attention to your breath, which is a long breath. Deep breath lotu challuga. Inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale. Now shift your attention back to breath, normal breath. Inhale, exhale, inhale, exhale. Start observe your breath alone. Inhale, exhale. Start move on.
Now shift your attention to my words. Now let us scan the body from top to bottom. First, bring your attention to your head, forehead, eyes, nose, mouth, ears, cheeks, jaws, neck, total head portion, once more bring your attention to the total head portion. Shoulders, upper arm, knee joints, lower arm, wrist, palms, fingers, chest, stomach, abdomen, upper back, lower back, glute, total torso or center body portions. Bring your attention again to the whole body portions. Now bring your attention to thighs, knee joints, leg, ankle, palms, fingers. Now bring your attention to the total body. Once more, bring your attention to the total body. Now bring your attention back to your breath. Inhale, exhale, inhale, exhale, inhale, exhale. Now bring your attention to your thoughts. How many thoughts are coming? What are type of thoughts coming? But don't get carried away by your thoughts. Just start, observe the thoughts. How many thoughts are coming? Which type of thoughts are coming? So bring your attention back to breath. Inhale,
exhale, inhale, exhale, inhale, exhale. Now bring your attention to the emotions which are trying to disturb or impact on your body. Just watch which type of emotions are coming, whether it may be sad or happy or any type of emotions. Just watch the emotions. You may see that the volume or shape or size or whatever you want to, you can check it. You may even give different colors to the emotions which you feel it. Black for something, green for something, red for something, whatever you feel it. Just observe your emotion. Now bring your attention back to your breath. Inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale. Now bring your attention to the environment from the far distance to slowly near to latest by the nearby or next to you. From a long distance means from the road or vehicle area or next building or next tree or whatever you feel. From there, come back to your own building, next room or somewhere, television sound or something, and come to your room. Watch how which type of sounds are coming. Start recognize it. Now bring your attention back to your breath. Inhale, exhale, inhale, exhale, inhale, exhale. Now bring your attention to deep breath. Inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale. Just before opening your eyes, take permission from your mind and brain. Tell the brain and mind that you are going to close the meditation. Just wait for its acceptance. When it says okay, and before opening, take both the hands together, rub so that warmness is, heat is produced, warmth you get it. Keep over your earlobe, earlobes, and neck. Eyes, earlobe. Let the eyes be closed. And slowly, and further slowly open it in case if your brain has given permission. Until such time, wait and do it. I hope you have got clearance and opened it. You can increase the time. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ സമയം ചെയ്യാം, കുറച്ച് ചെയ്യാം. ഞാൻ ഒരു മോഡറേറ്റ് ലെവലിലാണ് ചെയ്തത്. എത്ര സമയമാണെങ്കിലും 20 minutes, 30 minutes, 40 minutes വേണമെങ്കിലും ഇത് ചെയ്യാം. ഇതിൻ്റെ ഞാൻ ബോഡിയിലും
തോട്ടിലും എമോഷണലും ഇടയ്ക്ക് ഈ തോട്ട് പ്രോസസ്സിന് അല്ലെങ്കിൽ ഈ എൻ്റെ ഒബ്സർവേഷനെ ഞാൻ ഓരോരോ സ്ഥലത്ത് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ബോഡിയിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ ട്യൂൺ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അതർവൈസ് നമ്മൾ കൺട്രോൾ ഇല്ലാത്ത പട്ടം പോലെ ഓടിപ്പോകും. അപ്പോൾ പട്ടത്തിന് നമ്മൾ കയ്യിൽ പിടിച്ച് ഓരോരോ പണി കൊടുക്കുന്ന പോലെ ഡിഫറെൻറ്റ് പണികൾ കൊടുത്താൽ ഏത് തരം പണികളും അത് ചെയ്യാൻ നമ്മൾ പറഞ്ഞതുപോലെ അനുസരിച്ച് ചെയ്യാൻ റെഡി ആകുമ്പോൾ ദാറ്റ് വിൽ ബി കൺസിഡേർഡ് ആസ് മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ പഴയ ഡെഫിനിഷൻസ് ഒക്കെ മാറി വാട്ട് യു വാണ്ട് ഡു ഇറ്റ് വിത്ത് ഫുൾ അറ്റൻഷൻ, ഹാവിങ് അവയർനെസ്. ഞാൻ എൻ്റെ പഴയ മൈൻഡ്ഫുൾ തിയറിയിൽ പോകണമെങ്കിൽ അവയർനെസ്, അറ്റൻഷൻ, വിത്തൗട്ട് എനി പ്രീ ജഡ്ജ്മെന്റ്, ലിവ് ഇൻ ദ പ്രസന്റ്, ഹാവ് മൊമെന്റ് ടു മൊമെന്റ് എക്സ്പീരിയൻസ് ആൻഡ് കമ്പാഷനേറ്റ്, ലെറ്റ് ഗോ. ഇത്രയും മാത്രമേ ഉള്ളൂ എൻ്റെ വാക്കുകൾ. ഫൈൻ, ഐ ആം ക്വൈറ്റ് ഹാപ്പിയർ. താങ്കൾ ഓരോരുത്തരും എൻജോയ് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നിമിഷം കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. കിട്ടാത്ത ആൾക്കാർ എന്നെ പേഴ്സണലായിട്ട് വിളിക്കുക, എന്തുകൊണ്ടെന്ന് നമുക്ക് രണ്ടുപേർക്ക് അനലൈസ് ചെയ്യാം. അത്രയേ ഉള്ളൂ. താങ്ക് യു സാർ, താങ്ക്സ് എ ലോട്ട്. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. തീർച്ചയായും നാളെ നമുക്ക് തിരുക്കുറളിന്റെ 5ാമത്തെ സെഷനാണ് മോഹൻദാസ് സാർ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ താങ്ക് യു. വേറെ ആർക്കും ഒന്നും പറയാനുണ്ടെങ്കിൽ അഡ്മിറ്റ് ചെയ്ത് പറയൂ. ഒരു കാര്യം ചോദിക്കാനുണ്ട്. നമ്മൾ ഈ മെഡിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈകൾ രണ്ടും മലർത്തി തുടയുടെ മുകളിൽ റെസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. അത് കമഴ്ത്തി വെക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? സാർ, സയന്റിഫിക്കലി പറഞ്ഞാൽ ഒന്നുമേ ഇല്ല. ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഞാൻ സയൻസ് രൂപത്തിലാണ് എടുക്കുന്നത്. ഈ നമ്മുടെ നേച്ചുറൽ ഈ കൈ രണ്ടും ഇങ്ങനെ പിടിച്ച് കെട്ടിക്കൊണ്ട് എക്സസൈസ് അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റത്തില്ല, ചെയ്യാം. അതെന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബോഡിയുടെ ഒരു ഷേപ്പും സൈസിനും ഒരു ലെവൽ, ഒരു രീതി, ഒരു കോമൺ ലെവൽ. ഇത് എന്താന്ന് പറഞ്ഞാൽ മെഡിറ്റേഷൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മളെല്ലാവരും മെഡിറ്റേഷൻ ചെയ്യുന്നതുകൊണ്ട് ഞാൻ എല്ലാ വാക്കുകളും റിപ്പീറ്റ് ചെയ്തില്ല. എന്താ റിപ്പീറ്റ് ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ ബി ഇൻ എ കംഫർട്ടബിൾ പൊസിഷൻ, ഡോണ്ട് എക്സൽ അൺവാണ്ടഡ്ലി, ഡോണ്ട് സ്ട്രെയിൻ യുവർ സെൽഫ് എന്നൊക്കെ പറഞ്ഞ് 2-3 വാക്കുകളൊക്കെ അഡീഷണൽ ആയിട്ട് എപ്പോഴും ഞാൻ പറയുന്ന കോമണേഴ്സ് അടുത്ത് പറയും, നമ്മുടെ ഓൺ ആൾക്കാരുടെ അടുത്ത് ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഈവൻ ഐ ഡോണ്ട് യൂസ് കോൺസെൻട്രേഷൻ. എൻ്റെ വാക്കുകളിൽ സാർ ശ്രദ്ധിച്ചു കാണും, ഞാൻ കോൺസെൻട്രേഷൻ എന്ന വാക്ക് പോലും പറയാറില്ല. കോൺസെൻട്രേഷൻ ഈസ് നമുക്ക് ഇഷ്ടമില്ലാത്ത ഒന്ന് കമ്പൽ ചെയ്ത് കൊണ്ടുവരുന്നതാണ് കോൺസെൻട്രേഷൻ. പക്ഷെ നമ്മൾ അറ്റൻഷൻ ചെയ്യുവാണെങ്കിൽ ശ്രദ്ധാപൂർണ ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് എത്തുന്നതാണ്. അതുകൊണ്ടാണ് കൈ ഇരിക്കുന്നത് ഒരു സിമ്പിൾ കംഫർട്ടബിൾ പൊസിഷൻ എന്ന് ഉദ്ദേശിച്ചാണ് അത് വെച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ മൈൻഡിന് ബ്ലഡ് സർക്കുലേഷൻ നോർമൽ ആകുന്നതും ഒരു അക്സെപ്റ്റൻസ് രീതിയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് വേറൊരു, അല്ലെങ്കിൽ ഇതുപോലെ സാറ് ഈ ആം റെസ്റ്റിന്റെ കോർണറിൽ കൊണ്ടുവയ്ക്കണം. നമ്മൾ കൈ ഇങ്ങനെ വെച്ചിരുന്നാൽ ഏത് പൊസിഷനിൽ നിന്നാലും ഇത് അതോട്ട് താഴത്തില്ല. ഇങ്ങനെ വെച്ചാൽ സാറിന്റെ ഈ വീഴുന്ന ലെവൽ പല രീതിയിലാകാം. സാറിന് ഡിസ്റ്റർബൻസ് വരാം, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് വലിച്ചോണ്ട് പോകാം. സാറിന്റെ ലെവലിൽ നിർത്താൻ വേണ്ടി നമ്മൾ കുറേ, സാർ ഇത് ഒന്നുമല്ല, ഞാൻ വാട്ടറിന് മുകളിൽ, വെള്ളത്തിന് മുകളിൽ കിടന്നേ ഞാൻ മെഡിറ്റേറ്റ് ചെയ്യത്തുള്ളൂ. യു ക്യാൻ ഡു ഇറ്റ്. പലരും കിടന്നുകൊണ്ടാണ് മെഡിറ്റേഷൻ ചെയ്യുന്നത്, ചെയ്യാം. പക്ഷെ മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാർ ചിലപ്പം കിടന്നുകൊണ്ട് ചെയ്യുവാണെങ്കിൽ ഉറങ്ങിപ്പോകും. ദ ബെസ്റ്റ് മോഡ് ഓഫ് ഡൂയിങ് മെഡിറ്റേഷൻ ഈസ് ലൈങ് മോഡ് എന്നാണ് പറയുന്നത്. ബട്ട് നമ്മൾ ഇപ്പോൾ സംഗീത മാഡം ആദ്യമൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതശൈലിയെല്ലാം മാറി വന്നപ്പോൾ, പണ്ട് മണ്ണെണ്ണ വിളക്കിലിരുന്നത് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആയപ്പോൾ നമ്മൾ ഈ കസേര മീൻസ് ഈ നാൽക്കാലി അല്ലെങ്കിൽ മുക്കാലി എന്ന് പറയുന്ന സാധനങ്ങൾ എങ്ങനെ വന്നെന്ന് സാർ ഒന്ന് പഠിച്ചോ സാർ? അത് അതിനെക്കാട്ടിലും ഫന്നി തിങ് ആണ്. നമ്മളെല്ലാവരും തറയിലെ ചമ്പ്രമ്പം കൂട്ടി ഇരിക്കുന്ന ഒരു ശൈലിയിലെ വളർന്ന ആൾക്കാരാണ്. അതിന് അനുയോജ്യമായാണ് നമ്മുടെ ദേഹത്തിന്റെ ഫ്ലെക്സിബിലിറ്റി ഉള്ളത്. നമ്മളത് യൂട്ടിലൈസ് ചെയ്യാതെ കസേരയിൽ ഇരിക്കുന്നത്, വി ആർ നോട്ട് അഡാപ്റ്റിംഗ് ഇറ്റ്സ് ഫ്ലെക്സിബിലിറ്റി. കസേരയിൽ ഇരുന്നത് എന്ന് പറഞ്ഞാൽ എന്നോ ഒരുത്തൻ ആക്സിഡന്റ് ആയവൻ ഇരിക്കാൻ പറ്റില്ലാത്തത് കൊണ്ട് അവൻക്ക് തറയിൽ വരെ ഇരിക്കാൻ പറ്റില്ലാത്തത് കൊണ്ട് ഒരു പലക ഇട്ട് കൊടുത്ത് അങ്ങനെയാണ് മുക്കാലി നാൽക്കാലി വന്ന്. അവർക്കാണ് ഡൈനിങ് ടേബിൾ വന്ന്. ഇപ്പം ഡൈനിങ് ടേബിൾ ഇല്ലാത്ത വീടുകളില്ല. സാർ തറയിലിരുന്ന് ആഹാരം തറയിലിരുന്നാണ് കഴിക്കേണ്ടത്.
തറയിലിരുന്ന് കഴിക്കുമ്പോൾ താഴെയുള്ള ഡയഫ്രത്തിന് ലോഡ് പോലും കുറയുമെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ചമ്പ്രമം കൂട്ടി ഇരിക്കുമ്പോൾ ആ ഡയഫ്രത്തിന് നമ്മളുടെ ദേഹം സപ്പോർട്ട് ചെയ്താണ് ഇരിക്കുന്നത്, ഏറ്റവും താഴെ ഗ്ലൂറ്റിന്റെ സൈഡിൽ. അല്ലാതെ നമ്മൾ ഈ ഫാസ്റ്റ് ഫുഡ് നിന്നുകൊണ്ട് കഴിക്കുമ്പോൾ മുകളിലിരുന്ന് ഒരു റബ്ബർ വലിച്ചിട്ടിട്ട് ഒരു 100 ഗ്രാം ഒരു കല്ലെടുത്ത് ഇടുമ്പോൾ അത് എത്ര താഴോട്ട് പോകുന്നു സാർ നോക്കുക. അതിന് വേണമെങ്കിൽ നമുക്ക് വേറൊരു ദിവസം സാബു സാർ ആർക്കെങ്കിലും അസൈൻമെന്റ് കൊടുത്താൽ മതി, ഡയഫ്രത്തിനെ കുറിച്ച് ക്ലാസ് എടുക്കാം. അല്ല, നമ്മൾ ഇങ്ങനെയാണ് സാർ, ഒരാൾ ഒരു പർട്ടിക്കുലർ ഞങ്ങളുടെ സാർ എങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ടോപ്പിക് കൊടുക്കും. ഇളങ്കോ യു ഡു ഇറ്റ് ഓൺ ഇൻസുല, സിദ്ദിഖ് യു ഡു ഇറ്റ് ഓൺ ഹൈപ്പോതലാമസ്, ആൻഡ് സുരേഷ് യു ഡു ഇറ്റ് ഓൺ തലാമസ്. ഇങ്ങനെ അപ്പോൾ ഓരോരുത്തരും 1 അവറിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടൊന്ന് ഇങ്ങനെ ഡിസ്കസ് ചെയ്യും. അതിനു മുമ്പ് ബാക്കിയുള്ള ആളുടെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി, അല്ല മനസ്സിലായില്ല എന്ന് പറഞ്ഞ് നമ്മൾ ക്വസ്റ്റ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഐഡിയ കിട്ടും. ഇപ്പം ഞാൻ മാത്രം പറഞ്ഞു പോകുമ്പോൾ ആരും ഇടയ്ക്ക് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാനോ കോൺട്രഡിക്റ്റ് ചെയ്യാനോ വന്നില്ല. അതൊക്കെ വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ നോളജ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് രണ്ട് കാര്യമാണ്. ഒന്ന് ഡെലിഗേഷൻ, പൂർണ്ണമായിട്ട് ഡെലിഗേറ്റ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒത്തിരി റിസോഴ്സസ് വരും. 2 പഠിപ്പിക്കുന്നതാണ് പഠിക്കാൻ ഏറ്റവും നല്ലത്. നമ്മൾ പഠിക്കാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ പഠിക്കും. അതിന് പഠിപ്പിച്ചാൽ ഓട്ടോമാറ്റിക്കലി പല ക്വരീസും വരുമ്പോൾ അതിനു വേണ്ടി നമ്മൾ കുറച്ചുകൂടെ നോക്കും, പഠിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ചെയ്യാം. ഓക്കെ, താങ്ക് യു. Thanks a lot, sir. Thank you. Good night, all, sir. We shall meet in once again in different time. Thank you. Thanks a lot. Good night. Bye. See you and good night.